So, hi guys. Good evening. Hello. അപ്പം ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായി സെർച്ച് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയോ? യെസ്, സഫ്രീൻ ട്രൈ ചെയ്തു അല്ലേ? പ്രസീത. ഓക്കെ, സാർ പറഞ്ഞു. ഞാൻ എനിക്ക് സമയം കിട്ടിയിരുന്നു. ഇന്നാ ഞാൻ ട്രൈ ചെയ്തത്. അപ്പൊ ആഡ് അക്കൗണ്ട് തുടങ്ങിയപ്പം എന്റെ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കോൾ ഓൺലി ആഡ്സ് ആർ ബീങ് ഡെപ്ലിക്കേറ്റ് അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്ഡേറ്റ് കോൾ അതെന്തായിരുന്നു? അത് കോൾ ഓൺലി ആഡ്സിന് ഈ അടുത്ത് കോൾ ഓൺലി ആഡ്സിന് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ പോകണം, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ജസ്റ്റ് കാണിച്ചു. നോട്ടിഫിക്കേഷൻ ആയിട്ട് ജസ്റ്റ് എല്ലാ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിലും വന്നിട്ടുണ്ട്. അതാണ് കുഴപ്പമൊന്നുമില്ല. വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ആയില്ലേ അല്ലേ? ക്രിയേറ്റ് ആയി. യെസ്, ബാക്കി എല്ലാവരും ആഡ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സെർച്ച് ക്യാമ്പയിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ എവിടെയെങ്കിലും സ്റ്റെക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ കണക്ട് ചെയ്യാം. ആൻഡ് നമ്മൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സ് അക്കൗണ്ടിലെ ഹെഡ്ലൈൻസ്, അതുപോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യാറുള്ളത്, അതായത് ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ക്യാമ്പയിൻ റൺ ചെയ്തതിനു ശേഷം എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതും മോണിറ്റർ ചെയ്യണം എന്നുള്ളതും, ആൻഡ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, സോ യെസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമ്മളൊരു ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്റെ എല്ലാ സെർച്ച് ആഡുകളും ടോപ്പ് പൊസിഷനിൽ വരുന്നുണ്ടാവോ, അല്ലെങ്കിൽ അവിടെ ഏറ്റവും മുകളിലെ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പറയുന്നത് അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷൻ എന്നാണ്. ആ അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷനിൽ വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മേജറായിട്ട് ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സെർച്ച് ആഡ്സിന്റെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ടൈപ്പ് ഓഫ് ആഡുകളിലേക്ക്, ഷോപ്പിംഗ് ക്യാമ്പയിനിലേക്ക്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആഡ്സിലേക്ക് ഒക്കെ പോകുന്നതായിരിക്കും. ആൻഡ് ഇന്ന് ആ സെർച്ച് ആഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്ന ആഡ്സ് എങ്ങനെയാണ് ആഡ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ആൻഡ് ചെയ്യുന്ന എല്ലാ ആഡുകളും നമ്മൾ ചെയ്യുന്ന ഒരു 4 പ്രൊജക്ട്, ഞാൻ ഇപ്പോൾ കറന്റ് ചെയ്യുന്ന ഒരു 4 പ്രൊജക്ടിന്റെ അകത്തുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെർച്ച് ആഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ യെസ്, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ CD എന്ന ഗൂഗിൾ ആഡ്സിൽ മ്യൂട്ട് ചെയ്യുന്നുണ്ടായി. ഓക്കെ, CD എന്ന ഗൂഗിൾ ആഡ്സിനാക്കിൽ നമ്മൾ CDക്ക് വേണ്ടിയിട്ട് ടോട്ടൽ 3 ആഡ് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഈ ആഡ് അക്കൗണ്ട് നമ്മൾ 3 ക്രിയേറ്റ് ചെയ്തത് ഓരോ ലൊക്കേഷന് വേണ്ടിയിട്ടും, അതായത് കൊച്ചിക്ക് വേണ്ടി ഒരു ആഡ് അക്കൗണ്ട് ഉണ്ട്, കാലിക്കറ്റിന് വേണ്ടി ഒരു ആഡ് അക്കൗണ്ട് ഉണ്ട്, ആൻഡ് ഓൺലൈനിന് വേണ്ടി കംപ്ലീറ്റ്ലി നമ്മളൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 ആഡ് അക്കൗണ്ടും ഈ 3 ക്യാമ്പയിൻസ് ആയിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. സപ്പോസ് നമുക്ക് കാലിക്കറ്റിലേക്കാണ് കൂടുതൽ ലീഡ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാലിക്കറ്റിനായിരിക്കും കൂടുതൽ ഫണ്ട്, ആ ഒരു ആഡ് അക്കൗണ്ടിലായിരിക്കും കൂടുതൽ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ലീഡ്സ് വേണ്ടത് കൊച്ചിയിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ആഡ് അക്കൗണ്ടിലായിരിക്കും ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് കൂടുതലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വേൾഡ് വൈഡ് അല്ലെങ്കിൽ ഓൾ കേരള അല്ലെങ്കിൽ ഇന്ത്യ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ GCCയിലേക്ക് ക്യാമ്പയിൻ ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലീഡ്സ്, ഓൺലൈൻ ആഡ് അക്കൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ ആഡ് റൺ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്പെൻഡ് എമൗണ്ട് ഉള്ളതും നമ്മളെ ഈ ഒരു ഓൺലൈൻ്റെ ആഡ് അക്കൗണ്ടിലാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത് മേജർ ആയിട്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൺസ് നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ക്യാമ്പയിൻസിന്റെ അകത്ത് നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആഡ് അക്കൗണ്ടിന്റെ അകത്ത് കയറിയിട്ട് ക്യാമ്പയിൻസിന്റെ അകത്ത്
ക്യാമ്പയിനിൽ പോയി കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ക്യാമ്പയിനിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഡുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ ക്യാമ്പയിൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റും. ഏതൊക്കെ ക്യാമ്പയിൻസ് ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഓൾ ടൈം ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാമ്പയിൻസ് ഒക്കെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ പോസ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് കാണാൻ പറ്റും. അതിപ്പം കറന്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ക്യാമ്പയിൻ അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാമ്പയിൻസ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചതാണ്, ലൈക്ക് അതിന്റെ ലൈക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇപ്പം ലിങ്ക്സ് ജനറേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് കണ്ടതിന് ശേഷം നമ്മൾ പോസ് ചെയ്തിട്ടുള്ള ആഡുകളാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആഡുകളാണ്. ആൻഡ് ഇവിടെ ലൈവായി കിടക്കുന്നത് കറന്റ്ലി നമുക്ക് ജസ്റ്റ് ഇത് ഈ രണ്ട് ക്യാമ്പയിൻസും എൻഡഡ് ആണ്. അതുകൊണ്ടാണ് ജസ്റ്റ് അവിടെ ആ ഒരു ഇതിൽ കാണിക്കുന്നത്. ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ഇപ്പൊ ലൈവ് ആയിട്ടുള്ളത് അവിടെ പച്ച റൗണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ലൈവ് ആയിട്ടുള്ളത്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ ഒരു ക്യാമ്പയിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനേബിൾ ആണ് ഇപ്പൊ കറന്റ്ലി ഈ ഒരു ക്യാമ്പയിൻ ആണ് റൺ ചെയ്യുന്നത്. ഈ ഒരു സിംഗിൾ ക്യാമ്പയിൻ ആണ് ഈ ഒരു ആഡ് അക്കൗണ്ടിൽ റൺ ആവുന്നത്. നമുക്ക് പോസ് ചെയ്യാം, റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ക്യാമ്പയിൻസിൽ പോയിട്ടാണ് ഈ ഒരു ഏതൊക്കെ ക്യാമ്പയിൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ക്യാമ്പയിന് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യാമ്പയിൻ ലെവലിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ്, അതുപോലെ തന്നെ ക്യാമ്പയിന്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഏത് ലാംഗ്വേജ് ആണ്, അങ്ങനെ നമുക്ക് അവിടെ നമ്മൾ ക്യാമ്പയിൻ ലെവലിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഏത് ലൊക്കേഷൻ ആണ് എന്നുള്ള സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ക്യാമ്പയിൻ ലെവലിൽ ചെയ്തിട്ടുള്ള ലാംഗ്വേജ്, ലൊക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സെക്ഷൻ്റെ അകത്താണ്. നമ്മൾ ക്യാമ്പയിൻസിൽ പോയിട്ട് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിന്റെ ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെക്ഷൻ്റെ അകത്താണ് പോകേണ്ടത്. ഇനി നമ്മൾ ക്യാമ്പയിൻസിൽ പോയിട്ട് നമ്മൾ ആഡ് ഗ്രൂപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഡ് ഗ്രൂപ്പ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു സിംഗിൾ ആഡ് ഗ്രൂപ്പ് മാത്രമാണ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിവിടെ ക്യാമ്പയിൻസിന്റെ അകത്ത് നമുക്ക് ഏത് ക്യാമ്പയിൻ ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഈ ഒരു ക്യാമ്പയിൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ മാത്രമായിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ആൻഡ് അതിന്റെ അണ്ടറിൽ വരുന്ന ആഡ് ഗ്രൂപ്പ് മാത്രമാണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു സിംഗിൾ ആഡ് ഗ്രൂപ്പ് ആണ്. നമുക്ക് ഇനിയും ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമ്പയിന്റെ അണ്ടറിൽ പുതിയ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. സോ എനിക്ക് അടുത്ത ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ അകത്ത് ഏത് ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്സ് കൊടുക്കാൻ പറ്റും, ഏത് ആഡ്സ് ആണോ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ വൺസ് നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലി പുതിയ ആഡ് ഗ്രൂപ്പുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ആഡ് ഗ്രൂപ്പുകൾ എക്സ്ട്രാ ആയിട്ട് ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ആഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ആഡിന്റെ അകത്ത് ആഡ്സ് എന്ന് പറഞ്ഞ സെക്ഷന്റെ അകത്ത് നമുക്ക് ഈ ഒരു ആഡ് ഗ്രൂപ്പിന്റെ നമ്മളവിടെ കണ്ടിട്ടുള്ള ഈ ഒരു ക്യാമ്പയിൻ, നമ്മളവിടെ ക്യാമ്പയിനിൽ DM ഓഫ്ലൈൻ ലീഡ് സെർച്ച് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ആണ് അവിടെ സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു ആഡ് ഗ്രൂപ്പാണ് ഈ ഫേസ് മാച്ച് എന്നുള്ളത്. ആൻഡ് അതിന്റെ അണ്ടറിൽ വരുന്ന നമ്മളെ ആഡ് അക്കൗണ്ടിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിന്റെ അണ്ടറിൽ വരുന്ന ആഡ് ആണ് ഈ കാണുന്നത്. ഈ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആഡ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ആഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ഹെഡ്ലൈൻസ്, ഇപ്പം നമ്മൾ ഈ ഒരു നമ്മളെ കൊച്ചി ആഡ് അക്കൗണ്ടിന്റെ അകത്തുള്ള ആഡ് ആണിത്. ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള ആഡ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ കൊച്ചി, ലൈഫ് ടൈം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഗെറ്റ് ജോബ് റെഡി, നോട്ട് കൺഫ്യൂസ്ഡ്. സോ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഈ ആഡ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആഡുകളൊക്കെ നിങ്ങൾ നോക്കുക. ജസ്റ്റ് ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആഡുകൾ, നോ എക്സ്പീരിയൻസ്, സ്റ്റാർട്ട് ഹിയർ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പൊ നമുക്ക് ഈ ഒരു ആഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞ് ഏത് ആഡ് ആണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇവിടെ ഉണ്ട്. സോ ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാമ്പയിൻ അണ്ടറിലുള്ള ആഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
സോ ഡിഫറെന്റ് ആഡ് ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ആഡ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരേ സിംഗിൾ ക്യാമ്പയിൻ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഞാൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് വീഡിയോഗ്രാഫിക്ക് വേണ്ടി എനിക്ക് സ്പെഷ്യൽ ആഡ് ക്രിയേറ്റ് ചെയ്യണം, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി എനിക്ക് സ്പെഷ്യൽ ആഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പയിൻ ലെവലിൽ സെയിം കാര്യങ്ങളായിരിക്കും. ആ ക്യാമ്പയിൻ ലെവലിന്റെ അണ്ടറിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോഗ്രാഫിക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്കും വേണ്ടി രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കീവേഡുകളും അതിന്റെ അണ്ടറിൽ അതിന് രണ്ടിനും വേണ്ടി ഡിഫറെന്റ് ആയിട്ട് ആളുകളെ കാണിക്കേണ്ട ആഡുകളും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ ഒരു സിംഗിൾ ക്യാമ്പയിന്റെ അണ്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യം നമ്മൾ ഒരു സിംഗിൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അഡീഷണലി ആഡ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്ത് കൊടുക്കാം, എത്ര ആഡ് ഗ്രൂപ്പുകൾ വേണോ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അങ്ങനെ നമ്മൾ മെറ്റ പോലെ ആഡ് ഗ്രൂപ്പിന്റെ അടിയിൽ ഡിഫറെന്റ് ആഡ് പറ്റില്ലല്ലോ. ഒരു ആഡ് ഗ്രൂപ്പിൽ ഒരു ആഡ് അല്ലേ പറ്റുള്ളൂ, ആഡ് ഗ്രൂപ്പുകളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് ഡിഫറെന്റ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആണോ? യെസ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആഡുകൾ ഏതാന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ആ രീതിയിലുള്ള ആഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ നമ്മൾ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, പുതിയ ആഡുകൾ ടാർഗറ്റ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസോ അല്ലെങ്കിൽ സെക്ഷൻസോ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നുണ്ടാവുക, എഡിറ്റ് ചെയ്തതിനു ശേഷം അതേപോലെ തന്നെ നമുക്ക് ഈ ഓഡിയൻസ് ആൻഡ് കീവേഡ്സ് എന്ന് പറഞ്ഞ സെക്ഷന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കീവേഡ്സ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സപ്പോസ് നമുക്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്ന കീവേഡ്സ് ഒന്നും ക്ലിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡ്സ് ഒക്കെ തീരെ എലിജിബിൾ അല്ല, ചിലപ്പോൾ നമുക്ക് ലിമിറ്റഡ് ബൈ സെർച്ച് വോളിയം ഇവിടെ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സാക്ട് മാച്ച് കൊടുത്തിട്ടുള്ള കീവേഡുകളെ നമുക്ക് വേണമെങ്കിൽ ഫ്രേസ് മാച്ചിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്, കുറച്ചുകൂടി വൈഡർ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എക്സ്ട്രാ കീവേഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ കീവേഡ്സ് ആഡ് ചെയ്യാനുള്ള സെക്ഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു കീവേഡ്സ് റിമൂവ് ചെയ്തിട്ട് വേറൊരു കീവേഡ്സ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ മാറ്റി കൊടുത്താൽ മതി. ഇനി മാച്ച് ടൈപ്സ് മാറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് മാച്ച് ടൈപ്സ് ഫ്രേസ് ആക്കണം, ബ്രോഡ് ആക്കണം, അല്ലെങ്കിൽ എക്സാക്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ തന്നെ ഡയറക്ട്ലി ഉണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ മാറ്റി കൊടുത്താലും മതി, ഏത് മാച്ച് ടൈപ്പ് ആണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ മാറ്റി കൊടുത്താലും മതി. സോ അങ്ങനെ നിങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങളൊരു ആഡിന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തീരെ ഇംപ്രഷൻസും കാര്യങ്ങളും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഡിന് തീരെ ഇംപ്രഷൻസും കാര്യങ്ങളും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രശ്നം എന്തായാലും കീവേഡിൻ്റെതായിരിക്കും. നിങ്ങൾ കൊടുത്തിട്ടുള്ള കീവേഡുകൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചസ് ആരും ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ഇംപ്രഷൻ വരുന്നില്ല നിങ്ങളുടെ ആഡിന്, ആരും ആഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആദ്യം ചെയ്യേണ്ട ഒപ്റ്റിമൈസേഷൻ നിങ്ങൾ കൊടുത്തിട്ടുള്ള കീവേഡ്സിന് എന്തോ പ്രശ്നം ഉണ്ടാവും. ഒന്നുകിൽ അത് തീരെ ഭയങ്കര ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭയങ്കര നേരോ ഡൗൺ ആയിട്ടായിരിക്കും കീവേഡ്സ് കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ കുറെ എക്സാക്ട് മാച്ച് കീവേഡ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളിലേക്കൊന്നും നമ്മൾ ആഡ് എത്തുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എക്സാക്ട് മാച്ച് കീവേഡ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നേരോ ഡൗൺ ആയിട്ടായിരിക്കും ടാർഗറ്റിംഗ് പോകുന്നുണ്ടാവുക. കാരണം നമുക്കറിയാലോ എക്സാക്ട് മാച്ച് കീവേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ അത് അതുപോലെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ആഡ് കാണിക്കുന്നുണ്ടാവുക. അപ്പൊ ഫ്രേസ് മാച്ച് ആവുന്ന സമയത്ത് കുറച്ചുകൂടിയും ആ ഫ്രേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ മീനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ സെർച്ചിലും നമ്മൾ ആഡ് കാണിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം എക്സാക്ട് മാച്ച് കീവേഡ്സ് കൂടുതൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രഷൻസും കാര്യങ്ങളൊന്നും വന്നില്ല എന്ന് വരും. സപ്പോസ് നിങ്ങൾക്ക് അവിടെ ഇംപ്രഷൻസും കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രേസ് മാച്ച് കീവേഡ്സും ഇനി വൈഡർ ആയിട്ടുള്ള ഒരു ബ്രോഡ് ഓഡിയൻസിന്റെ അടുത്തേക്കാണ് എത്തിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കീവേഡ്സ് ബ്രോഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ബ്രോഡ് മാച്ച് കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണ്ടാത്ത ടൈപ്പ് ഓഫ് കീവേഡ്സിൽ നമുക്ക് ക്ലിക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അപ്പൊ ബ്രോഡ് മാച്ച് കീവേഡ്സ് നോക്കിയിട്ട് കൊടുക്കുക. എക്സാക്ട് മാച്ച് കീവേഡ്സും ഫ്രേസ് മാച്ച് കീവേഡ്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഇംപ്രഷനിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കീവേഡ്സ് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ ഓഡിയൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഡിയൻസിന്റെ അകത്ത് നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന 3 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ്. ഇൻ മാർക്കറ്റ് ഓഡിയൻസ്, അഫിനിറ്റി ഓഡിയൻസ്, ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആയിരുന്നുള്ളത്. ഈ എഡിറ്റ് ഓഡിയൻസ് സെഗ്മെന്റ്സിൽ പോയി കഴിഞ്ഞാൽ
നമ്മള് ചെയ്തിട്ടുള്ള ആ ഒരു ഓഡിയൻസ് സെഗ്മെന്റ്സ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണെന്നുള്ളത് നമുക്ക് അവിടെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയൻസ് സെഗ്മെന്റ്സ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഓഡിയൻസ് സെഗ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള സെക്ഷൻ അവിടെ ഉണ്ട്. ഇനി ഓഡിയൻസ് സെഗ്മെന്റ്സിന്റെ തൊട്ട് താഴത്തായിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഏജ് കാറ്റഗറി ഡെമോഗ്രാഫിക്സിന്റെ അകത്ത് ഏജ് കാറ്റഗറി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഏജ് കാറ്റഗറി അതുപോലെ ഇൻകം ബേസ് ചെയ്തിട്ട് ആരെയാണ് പ്രോപ്പർ ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഏജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റിംഗിൽ ഏജ് കാറ്റഗറിയും അതുപോലെ തന്നെ ജെൻഡറും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓഡിയൻസസ് എന്ന് പറഞ്ഞ സെക്ഷന്റെ അകത്ത് എക്സ്ട്രാ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പറ്റുന്നുണ്ടാവില്ല. അവിടെ നമുക്ക് ഓഡിയൻസ് സെഗ്മെന്റ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ നേരെ മേജർ ആയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഈ ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. നമ്മൾ ആഡ് റൺ ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞാന്ന് തോന്നുന്നു, നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും അഥവാ നമ്മൾ ബ്രോഡ് മാച്ച് കീവേഡോ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നെഗറ്റീവ് കീവേഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് നോക്കേണ്ട അല്ലെങ്കിൽ രാവിലെ മെയിൻ ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട കേസാണ് നമുക്ക് ഏതെങ്കിലും വേണ്ടാത്ത കീവേഡിൽ സെർച്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത്. സോ നമ്മൾ അതിന് പറയുന്ന പേരായിരുന്നു നെഗറ്റീവ് കീവേഡ്സ് എന്നുള്ളത്. അപ്പൊ വേണ്ടാത്ത ഏതെങ്കിലും കീവേഡ്സ് നമുക്ക് സെർച്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേണ്ടാത്ത കീവേഡിനെ എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കീവേഡിൽ നമുക്ക് സെർച്ച് വന്നിട്ടുണ്ട്, വേണ്ട കീവേഡ്സിലാണ് സെർച്ച് വന്നെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള പുതിയൊരു ടേം ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കീവേഡ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതായത് ഈ സെർച്ച് ടേംസിന്റെ അകത്ത് എനിക്ക് ഏതെങ്കിലും വേണ്ടാത്ത കീവേഡ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കീവേഡിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ആസ് നെഗറ്റീവ് കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആഡ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനിലോ ഇങ്ങനെ ഒരു സെർച്ച് ചെയ്ത് വരുന്ന ഒരാൾക്ക് നമ്മളുടെ ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. ഈ ഒരു ക്യാമ്പയിനിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുന്ന ആൾക്ക് നമ്മളെ ആഡ് കാണിച്ച് കൊടുക്കുന്നുണ്ടാവില്ല. സോ അങ്ങനെ നമുക്ക് വേണ്ടാത്ത സെർച്ച് ടേംസിൽ കീവേഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ടേംസിൽ സെർച്ച് ക്വയറീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്സ് കിട്ടണമെന്നില്ല, ഇംപ്രഷൻ എങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വേണ്ടാത്ത കീവേഡിൽ നമ്മൾ ആഡ് വന്നിട്ടുണ്ട്, നമ്മൾ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ വേണ്ടാത്ത ഒരു കീവേഡിൽ അല്ലെങ്കിൽ ക്വയറിയിൽ നമ്മൾ ആഡ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇംപ്രഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ നെഗറ്റീവ് കീവേഡ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഈ നെഗറ്റീവ് കീവേഡ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം എക്സാക്ട് മാച്ച് ആയിട്ട് ആഡ് ചെയ്ത് കൊണ്ട് അത് അതുപോലെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ആഡ് കാണാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ആഡ് കാണാൻ നിൽക്കുന്നുണ്ടാവാം. സോ നെഗറ്റീവ് കീവേഡ് ഞാൻ ഫ്രേസ് മാച്ച് ആഡ് കൊടുത്താൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെർച്ചിലും എന്റെ ആഡ് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ എന്റെ സെർച്ച് ടേംസിൽ വരുന്ന വേണ്ടാത്ത ക്വയറീസിനെ എനിക്ക് നെഗറ്റീവ് കീവേഡ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ നെഗറ്റീവ് കീവേഡ്സിന്റെ ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് കീവേഡ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടാത്ത കീവേഡ്സിൽ കാണിക്കുന്നുണ്ടാവില്ല. സോ ബ്രോഡ് മാച്ച് കീവേഡ്സ് ഒക്കെ കൊടുക്കുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരു സിംഗിൾ ബ്രോഡ് മാച്ച് കീവേഡ്സ് എങ്കിലും കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കീവേഡ്സിൽ നമ്മൾ ആഡ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം രാവിലെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്, നമ്മളെ ക്യാമ്പയിൻസിന്റെ അകത്ത് ഏതെങ്കിലും വേണ്ടാത്ത ടേമിൽ നമുക്ക് സെർച്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മസ്റ്റ് ആയിട്ടും നിങ്ങൾ നോക്കേണ്ടതാണ്. സോ ഈ ഒരു കാര്യം മേജർ ആയിട്ട് നോക്കി വെക്കുക, സെർച്ച് ടേംസിന്റെ അകത്ത് നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സേവ് ചെയ്ത് കൊടുത്താൽ മതി, അത് എക്സ്ക്ലൂഡ് ആയിക്കോളൂ. ഇനി ആ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു കീവേഡ്, ഇപ്പൊ ഈ ഒരു കീവേഡിനെ നമ്മളെ കീവേഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഈ സെർച്ച് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു കീവേഡ് അത്യാവശ്യം അടിപൊളി കീവേഡാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
നമ്മൾ മേജർ ആയിട്ടുള്ള ഒരു കീവേഡ് ആണെങ്കിൽ അതിനെ നമ്മൾ കീവേഡ് ലിസ്റ്റിന്റെ അകത്തേക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്പെസിഫിക് കീവേഡിനെ, ആ ഒരു സെർച്ച് ചെയ്തു വന്ന ക്വയറിനെ നമുക്ക് നമ്മളെ കീവേഡ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. സോ നമുക്ക് വേണ്ട സെർച്ച് അത്യാവശ്യം നല്ലതിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കീവേഡ്സിന്റെ അണ്ടറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ടാത്ത സെർച്ച് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് കീവേഡ്സിന്റെ അണ്ടറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നെഗറ്റീവ് കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വരുന്നുണ്ടാവില്ല. ഇനി വേറൊരു മേജർ സെക്ഷൻ ആണ് ഓപ്ഷൻ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ. സി, നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് ഈ ഓപ്ഷൻ ഇൻസൈറ്റ്സ് എന്നുള്ളത്. ഞാൻ ഈ ക്യാമ്പയിനിൽ നമ്മൾ സിംഗിൾ ക്യാമ്പയിൻ മാത്രം കൊടുത്തുകൊണ്ടാണ്, ടോട്ടൽ ക്യാമ്പയിൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്യാമ്പയിൻ തന്നെ കൊടുക്കാം. ഓക്കെ, ഓൺലൈനിൽ കാണിച്ചു. ഓക്കെ, സോ ഇതിപ്പോ ഓൺലൈൻ ആഡ് അക്കൗണ്ട് ആണ്. ഓൺലൈൻ ആഡ് അക്കൗണ്ടിൽ ഓപ്ഷൻ ഇൻസൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ അകത്ത് നമ്മുടെ സെയിം കീവേഡിൽ ബിറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സെയിം കീവേഡിൽ ബിറ്റ് ചെയ്ത് നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈസി ആയിട്ട് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു സെക്ഷനാണ്. നമ്മളെ സെയിം കീവേഡിൽ ബിറ്റ് ചെയ്യുന്ന നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് ഈ ഓപ്ഷൻ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഈ കോമ്പറ്റീറ്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ട് യൂസ് അല്ലെ. സോ ഈ ഒരു സെക്ഷനിലേക്ക് ഞാൻ വരാം. നമ്മൾ ഈ കോമ്പറ്റീറ്റേഴ്സിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിം കീവേഡിൽ ആഡ് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ സെയിം കീവേഡിൽ ഓപ്ഷൻ ചെയ്യുന്ന ബിഡിങ് ചെയ്യുന്ന കീവേഡ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ പേര് അല്ലെങ്കിൽ അഡ്വർടൈസർ നെയിം നമ്മുടെ ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസി സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂളിന്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂളിന്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് റൺ ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആഡുകൾ നമുക്ക് കാണാൻ പറ്റും. അവർ റൺ ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആഡുകൾ നമുക്ക് കാണാൻ പറ്റും. സോ കോമ്പറ്റീറ്റേഴ്സിന്റെ ആഡ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ. സോ ഓപ്ഷൻ ഇൻസൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ സെയിം കീവേഡിൽ ബിഡ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവരുടെ ആഡ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അഡ്വർടൈസർ നെയിം എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അവരുടെ പേരെന്താണോ ആ അഡ്വർടൈസർ നെയിം ജസ്റ്റ് ഈ ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്ററിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ആരുടെ വേണമെങ്കിലും ഇപ്പം CDA കൊച്ചിൻ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CDAന്റെ കംപ്ലീറ്റ്ലി ആഡുകൾ, അത് സെർച്ച് ആഡ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആഡ് ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഓഫ് ആഡുകളും, യൂട്യൂബ് ആഡ് ആയിക്കോട്ടെ, ഏതൊക്കെ ആഡുകൾ ഉണ്ടോ ആ ആഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സോ അല്ലെങ്കിൽ ഏത് അഡ്വർടൈസർ ആയിക്കോട്ടെ ആ അഡ്വർടൈസേഴ്സിന്റെ ആഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ആമസോൺ എടുക്കുകയാണ്, യൂസ് ചെയ്യുന്ന ടൂളാണ് നമ്മളുടെ ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ. സോ ആഡ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് എനിവേർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിന്റെ കേസിലൊക്കെ ഒരുപാട് ആഡുകൾ വേൾഡ് വൈഡ് ആയിട്ട് അവർ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർ റൺ ചെയ്യുന്ന ആഡുകൾ നമുക്ക് കംപ്ലീറ്റ്ലി കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഏത് ടൈമിൽ കൊടുക്കുന്നതാണ്, ഏതെങ്കിലും സ്പെസിഫിക് ടൈമിലുള്ള ആഡുകൾ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ആ ടൈം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ലാസ്റ്റ് 7 days കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് 7 days വേൾഡ് വൈഡ് ആയിട്ട് ആമസോൺ റൺ ചെയ്തിട്ടുള്ള ആഡുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് പ്ലാറ്റ്ഫോംസ് കൊടുക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള ഏത് യൂട്യൂബ് ആണോ അല്ലെങ്കിൽ സെർച്ച് ആണോ ഷോപ്പിംഗ് ആഡ് ആണോ, ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഏത് പ്ലാറ്റ്ഫോം ആണ്, ടെക്സ്റ്റ് ഓൺലി ആണോ അല്ലെങ്കിൽ ഇമേജ് ആഡ് ആണോ വീഡിയോ ആഡ് ആണോ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാത്തിലും കാണേണ്ട നമുക്ക്
നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പം ഗൂഗിൾ സെർച്ചിൽ വരുന്ന ആഡുകൾ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ആ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ സെർച്ചിൽ വരുന്ന ആ ആഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവും. സെർച്ചിൽ വരുന്ന ആഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവും. ഇനി അതിനു പകരം ഞാനിവിടെ യൂട്യൂബ് ആണ് കൊടുക്കുന്നത് എന്നെങ്കിൽ മേജറായിട്ടും യൂട്യൂബ് ഫോക്കസ് ചെയ്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആഡുകളായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവുക. അങ്ങനെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവിടെ ഉണ്ട്. ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടും ടൈം ബേസ് ചെയ്തിട്ടും നമ്മൾ അഡ്വർടൈസേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് റൺ ചെയ്യുന്ന ആഡുകൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസി സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂളിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓപ്ഷൻ ഇൻസൈറ്റിനെ പറ്റിയിട്ടായിരുന്നു. സോ ഓപ്ഷൻ ഇൻസൈറ്റ് പറയുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മൾ അങ്ങോട്ടേക്ക് വന്നത്. ഈ ഓപ്ഷൻ ഇൻസൈറ്റിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻസൈറ്റിന്റെ അകത്തുള്ള ഈ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ യൂസ് ചെയ്യില്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് അവർ റൺ ചെയ്യുന്ന കംപ്ലീറ്റ് ആഡുകളും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അവരെ ആഡും അവരെ ആഡ് കോപ്പീസും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ക്രിയേറ്റീവ്സും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒരു പബ്ലിക്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു അഡ്വർടൈസേഴ്സിന്റെ ആഡും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ കോമ്പറ്റീറ്റർ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ. അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ടൂളാണ് ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇൻസൈറ്റ്സിന്റെ ഈ ഒരു ഗ്രാഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരൊറ്റ സെക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആഡ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കോമ്പറ്റീറ്ററിനെക്കാട്ടും ബെറ്റർ പെർഫോമിംഗ് ആണോ, അല്ലെങ്കിൽ ആവറേജ് പെർഫോമിംഗ് ആണോ, അല്ലെങ്കിൽ നമ്മളത് തീരെ അണ്ടർ പെർഫോമിംഗ് ആണോ നമ്മുടെ ആഡ് എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ് ഈ ഒരു ഓപ്ഷൻ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. നമ്മൾ ഇവിടെ കസ്റ്റമർ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഫെബ്രുവരി 3 മുതൽ മാർച്ച് 2 വരെയുള്ള ടൈമിൽ ബിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആഡ് റൺ ചെയ്തിട്ടുള്ള ആളുകളെ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അല്ലെങ്കിൽ അവരെ വെച്ചിട്ടുള്ള ഒരു ജസ്റ്റ് അവരുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു സെക്ഷന്റെ അകത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഇംപ്രഷൻ ഷെയർ എന്നുള്ളതാണ്. അതായത് ടോട്ടൽ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ടൈമിൽ ഏറ്റവും കൂടുതൽ ആഡ് റൺ ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഡ് റൺ ചെയ്തിട്ടുള്ള ആരാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഡ് റൺ ചെയ്തിട്ടുള്ളത് സ്പെൻഡ് ചെയ്തിട്ട് ആഡ് റൺ ചെയ്തിട്ടുള്ളത് ഈ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് 34.70% ഓഫ് അല്ലെ ആ ഒരു രീതിയിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഡ് റൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഡ് റൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് തൊട്ട് താഴെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ള താഴത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആ ആഡ് റൺ ചെയ്ത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഓവർലാപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആഡ് ഓവർലാപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്നുള്ള ആ ഒരു ആഡിലേക്ക് തന്നെ പോവാം. ഇപ്പം ഇത് CDN ആഡാണ്. ഈ CDN ആഡ് റൺ ചെയ്യുമ്പോൾ തന്നെയാണ് ഇവരുടെ ഒക്കെ ആഡും അതിന്റെ കൂടെ കാണിക്കുന്നത്. സോ ഓവർലാപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആഡ് കാണിക്കുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈം, ഒരു 100 ഔട്ട് ഓഫ് 100 പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഡ് കാണിക്കുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ആഡ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓവർലാപ്പ് റേറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആഡ് കാണിക്കുന്ന സമയത്ത് ഒരു എൻട്രി ആപ്പിന്റെ ആഡ് ഒരു 18% ടൈമും പകുതിയും ഇല്ല, ജസ്റ്റ് ഒരു ക്വാർട്ടർ 18% ടൈമും നമ്മളുടെ ആഡിന്റെ മുകളിലോ നമ്മളുടെ ആഡിന്റെ താഴെയോ ആയിട്ട് നമ്മളുടെ ആഡിന്റെ മുകളിലോ നമ്മളുടെ ആഡിന്റെ താഴെയോ ആയിട്ട് ഒരു 18% ടൈം നമ്മളെ എൻട്രീന്റെ ആഡുകൾ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മളായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഹൈഫൺ ഉള്ളത്. നമ്മളെ നോക്കുന്നില്ല, നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒരു 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ ഓരോരുത്തരുടെ ആഡും എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ അവിടെ ഓവർലാപ്പ് റേറ്റിൽ ആ ഒരു പെർസെൻറ്റേജ് നമ്മളുടെ ആഡിന്റെ കൂടെ എത്ര ബാക്കിയുള്ള ആളുകളെ ആഡ് കൂടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്.
ഇനി തൊട്ടടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ പൊസിഷൻ അബോവ് റേറ്റ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. പൊസിഷൻ അബോവ് റേറ്റ്. പൊസിഷൻ അബോവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ആഡ് ഇതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ആഡ് ഇതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആഡിന്റെ മുകളിലാണ് ഇവരുടെ ആഡ് കാണിക്കുന്നത്, ആൻഡ് മുകളിലാണ് ഇവരുടെ ആഡും കാണിക്കുന്നത്. ഇപ്പൊ പൊസിഷൻ അബോവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളുടെ മുകളില്, നമ്മളുടേതല്ല, നമ്മളുടെ മുകളില് ബാക്കിയുള്ള ആളുകളുടെ ആഡൊക്കെ എത്ര ടൈം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊസിഷൻ അബോവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ മുകളില് ഇത്ര പെർസെന്റേജ് ടൈമേ അവര് ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതിന്റെ അകത്ത് പകുതി ടൈമും, ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ 10% ടൈം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മളുടെ ആഡിന്റെ കൂടെ ഇവരുടെ ആഡ് കാണിച്ചിട്ടുള്ളൂ. അതിൽ പകുതി ടൈം അവർ നമ്മുടെ മുകളിലായിരുന്നു, ആൻഡ് പകുതി ടൈം അവര് നമ്മളുടെ ആഡിന്റെ താഴെയായിരുന്നു. ഓക്കെ, നമ്മളുടെ ആഡ് ഇതാണെന്നുണ്ടെങ്കിൽ പകുതി ടൈമും ഒരു 50% ടൈമും അവർ നമ്മളുടെ മുകളിലും ഒരു 50% ടൈമും അവർ നമ്മളുടെ താഴെയായിരുന്നു നമ്മളുടെ ആഡ് കൂടെ കാണിക്കുന്ന സമയത്ത് ഈ ഒരു കോമ്പറ്റീറ്ററിന്റെ ആഡ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ നമ്മളുടെ ആഡിന്റെ മുകളിൽ ഓരോരുത്തരും അവരെ നമ്മുടെ കൂടെ കാണിക്കുന്ന സമയത്ത് എത്ര സമയം ഉണ്ടായി എന്നുള്ളതാണ്. കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു IBC അക്കാഡമിന്റേതും കോഴ്സറിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇവരതൊക്കെ എന്താണ്, നമ്മളുടെ ആഡിന്റെ മുകളിൽ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടൈം നമ്മുടെ മുകളിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പ് ഓഫ് പേജ് റേറ്റ്. ടോപ്പ് ഓഫ് പേജ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ടോപ്പ് പൊസിഷനിൽ, ഈ ഒരു സ്പോൺസേഡ് റിസൾട്ട് കാണിക്കുന്ന ടോപ്പ് പൊസിഷനിൽ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ടോട്ടൽ നമുക്ക് മാക്സിമം 4 ആഡാണ് ആഡ് ചെയ്യാൻ പറ്റുക. ഇവിടെ കുറെ ഇതൊക്കെ വന്നുകൊണ്ട് ഇപ്പൊ 3 ആഡേ കാണിക്കുന്നുള്ളൂ. മാക്സിമം നമുക്ക് 4 ആഡുകളെ ഇവിടെ വരുള്ളൂ. മാക്സിമം 4 ആഡുകളെ ഇവിടെ വരുള്ളൂ. അപ്പൊ ഈ 4 പൊസിഷനെങ്കിലും, ഈ ടോപ്പ് പൊസിഷനിൽ 4 എണ്ണത്തിലെങ്കിലും നമ്മൾ ആഡ് ഉണ്ടെങ്കിലേ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ആഡ് സ്പോൺസേർഡ് ആയിട്ട് ഈ 4 പൊസിഷനിൽ മാത്രമല്ല വരിക. ചിലപ്പോൾ നിങ്ങൾ ആഡിന്റെ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കീവേഡ്സ് യൂസ് ചെയ്തതും നിങ്ങളുടെ ലാൻഡിംഗ് പേജും നിങ്ങളുടെ ആഡ്സിന്റെ ഒക്കെ ക്വാളിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബിഡിങ് ഒന്നും അത്ര ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഡ് സെക്കൻഡ് പേജിലോ തേർഡ് പേജിലോ ഒക്കെ സ്പോൺസേർഡ് ആയിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കറക്റ്റ് വേണ്ട ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഈ സെക്കൻഡ് പേജിൽ ഫോർത്ത് പേജിലേക്ക് പോയിട്ട് ഒന്ന് നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ടാവില്ല. സോ നമ്മളുടെ ആഡ് ഈ ടോപ്പ് 4 പൊസിഷനിൽ, ആ ഫസ്റ്റ് മുകളിൽ തന്നെ ഈ ടോപ്പ് 4 പൊസിഷനിൽ, കാരണം വേറെ ഒന്നുമില്ല, ആദ്യം കാണുന്നുണ്ടാവും സ്പോൺസർ റിസൾട്ട് ആയിരിക്കും, എന്നിട്ടാണ് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ടോപ്പ് 4 പൊസിഷനിൽ നമ്മളുടെ ആഡ് സ്പോൺസേർഡ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസേർഡ് ആയിട്ട് ആഡ് റൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം സെക്കൻഡ് പേജിലും തേർഡ് പേജിലും ഒക്കെ ആണെങ്കിൽ വെറുതെ ആരെങ്കിലും പോകുമ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കി വെറുതെ പൈസ പോവാന്നല്ലാണ്ട് ആരും നമ്മൾ ആഡ് കാണാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആരും നമ്മൾ ആഡിന് ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് കൺവേർഷൻസ് വരാൻ പോകുന്നില്ല. അപ്പൊ നിർബന്ധമായിട്ടും നമ്മളുടെ ആഡ് ഈ 4 പൊസിഷനിൽ ഉണ്ടായിരിക്കണം. ഈ 4 പൊസിഷനിൽ എത്ര പ്രാവശ്യം നമ്മളുടെ ആഡ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു റേറ്റിന് പറയുന്ന പേരാണ് ടോപ്പ് ഓഫ് പേജ് റേറ്റ്. ആ ടോട്ടൽ 4 എണ്ണത്തിൽ മുകളിൽ ടോപ്പ് ഓഫ് പേജ് റേറ്റ് ഏറ്റവും മുകളിൽ നമ്മളുടെ ആഡ്, അപ്പൊ നമ്മൾ ആഡ് റൺ ചെയ്തതിൽ ഒരു 81% ടൈമും നമ്മളുടെ ആഡ് ആ ടോപ്പ് ഓഫ് പേജ് റേറ്റ് അല്ലെങ്കിൽ ആ 4 പൊസിഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അങ്ങനെ ആ 4 പൊസിഷനിൽ നമ്മൾ ആഡ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ആ ഒരു ആ ടോപ്പ് ഓഫ് പേജ് റേറ്റ് നമുക്ക് എപ്പോഴും കൂടുതലായിരിക്കണം. ആൻഡ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഹൈ ടോപ്പ് ഓഫ് പേജ് റേറ്റ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് കൂടുതലും ക്ലിക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളത് ഈ 4 പൊസിഷനിൽ കൂടുതൽ നേരം ആഡ് റൺ ചെയ്തിട്ട് നിൽക്കുന്ന ആളുകളുടെ ആഡ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ആ 4 പൊസിഷനിൽ ഉണ്ടാവുന്ന നമ്മുടെ ഒരു ടോട്ടൽ പെർസെന്റേജ് ആണ് ടോപ്പ് ഓഫ് പേജ് റേറ്റിൽ കാണിക്കുന്നുണ്ടാവുക. ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ടോപ്പ് ഓഫ് പേജ് റേറ്റ് 4 പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് പേജ് റേറ്റ്. അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് പേജ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ 4 എണ്ണത്തില് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടാനുള്ള സാധ്യതയും കൺവേർഷൻ കിട്ടാനുള്ള സാധ്യതയും ഈ ഫസ്റ്റ് വരുന്ന ഈ ഒരു ആഡിനായിരിക്കും. കാരണം ഏറ്റവും ആദ്യം ആളുകൾ സെർച്ച് ചെയ്ത് കാണുന്നുണ്ടാവുക ഈ ഒരു ആഡ് ആയിരിക്കും, അല്ലെ, ഫസ്റ്റ് ആഡ് ആയിരിക്കും.
അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് പേജ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ ആണ്. അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് പേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നമ്മളുടെ ആഡ് എത്ര ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് IBSന്റെ ആണെങ്കിലും നമ്മളുടെ ആഡ് റൺ ചെയ്തത് കൂടുതലായിട്ട് തന്നെ നമ്മൾ ആഡ് റൺ ചെയ്ത പല സമയത്തും അതിൽ ഒരു ഏകദേശം 15 എങ്കിലും പറയാം, ഒരു 40% ഓഫ് ടൈമിലും നമ്മളുടെ ആഡ് കാണിച്ചത് ആ ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് അല്ലെ. 81% ഓഫ് ടൈം നമ്മളത് 4 പൊസിഷനിൽ ഉണ്ടെങ്കിലും അതിലൊരു 37% ഓഫ് ടൈമും നമ്മളുടെ ആഡ് എവിടെ തന്നെ ഉണ്ടായിരുന്നു, ഏറ്റവും ആദ്യത്തെ പൊസിഷനിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഈ ഒരു സംഭവം നമുക്കൊരു 30-40 എബോവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ആഡ് ബെറ്റർ പെർഫോമിംഗ് ആണ്. പ്രത്യേകിച്ച് കമ്പാരിറ്റീവ്ലി നമ്മളുടെ അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് പേജ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. തീരെ ആ ഒരു ഫസ്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്, ആഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മെയിൻ അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് പേജ് റേറ്റ് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ആഡ് എത്ര കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഔട്ടർ റാങ്കിങ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു നേരത്തെ പൊസിഷൻ എബോവ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ എത്ര മുകളിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇവരുടെയൊക്കെ മുകളിൽ എപ്പോഴൊക്കെ കയറി പോയിട്ടുണ്ട്, എത്രയൊക്കെ കയറി പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഏകദേശം ഒരു വാല്യൂ ആണ് ഔട്ട് റാങ്കിങ് ഷെയർ എന്നുള്ളത്. കമ്പാരിറ്റീവ്ലി അവരുടെ മുകളിൽ നമ്മൾ എത്ര പ്രാവശ്യം, ഇപ്പം ഇതൊക്കെ നമ്മളെ കോമ്പറ്റീറ്റർ ആണെങ്കിൽ ഇവരുടെ മുകളിൽ നമ്മുടെ ആഡ് എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തിലുള്ള ഔട്ട് റാങ്കിങ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. നമുക്കൊരു ഡാറ്റ അനലിസ്റ്റോ ഒന്നും ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മളുടെ ആഡ് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിന്റെ അകത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്ററിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിനെക്കാട്ടും നമ്മൾ ആഡ് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡിന്റെ അകത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സ്റ്റിൽ നമ്മൾ കോമ്പറ്റീറ്ററിനെക്കാട്ടും മുകളിലുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ പൊസിഷൻ എബോവ് റേറ്റും അതുപോലെ തന്നെ ടോപ്പ് ഓഫ് പേജ് റേറ്റും അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് പേജ് റേറ്റും ഒക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അത്ര വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ആഡ് ബെറ്റർ പെർഫോമിംഗ് അല്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കോമ്പറ്റീറ്ററിനെക്കാട്ടും മുകളിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ ആഡ് അത്ര ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും ആരെങ്കിലും ആ ഫസ്റ്റ് ടോപ്പ് 4 പൊസിഷനിൽ ഉണ്ടാവണം നിർബന്ധമൊന്നും ഉണ്ടാവില്ല. ചിലപ്പം ടോപ്പ് 4 പൊസിഷനിൽ ഏറ്റവും മുകൾ പൊസിഷനിൽ ടോപ്പ് 4 പൊസിഷനിൽ ആരും ഉണ്ടാവാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ താഴെ ആയിരിക്കും ഉണ്ടാവുക രണ്ടാൾക്കാർ, മുകളിൽ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ സെക്കൻഡ് പേജിലായിരിക്കും ബാക്കിയുള്ള ആൾക്കാർ ഉണ്ടാവുക, ഫസ്റ്റ് പേജിൽ ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനും ബെറ്റർ ആയിട്ടുള്ള ആഡുകൾ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കീവേഡ്സും കാര്യങ്ങളും നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ മാർക്ക് ചെയ്യേണ്ടത് ഈ 2 സെക്ഷനാണ്. ആദ്യത്തെ 4 പൊസിഷനിൽ നമ്മൾ എത്ര ഉണ്ട് എന്നുള്ളതും ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ എത്ര ഉണ്ടെന്നുള്ളതും ഇത് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് പെർഫോമിംഗ് ആണോ അല്ലയോ എന്ന് നോക്കാം. ഈ ഒരു സാധനം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആഡിനെക്കാട്ടും മുകളിൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് ഇത് മേജർ ആയിട്ട് നോക്കുക, ഇത് നമുക്ക് കൂടുതലും വേണം. എസ്പെഷ്യലി ഇത് നമുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് പേജ് കൂടുതലാണെങ്കിൽ നമ്മളുടെ ആഡ് കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല ഇംപ്രഷൻസ് വരുന്നുണ്ടാവും, കാരണം ടോപ്പ് പൊസിഷനിലാണ് വരുന്നത്. കാണുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും, സെർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും. സോ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കിട്ടും. അതുപോലെ തന്നെ അവരെ വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പറ്റും. അവരെ വെച്ച് നമ്മൾ ബെറ്റർ പെർഫോമിംഗ് ആണോ അല്ലെങ്കിൽ നമ്മളാണോ അവരെക്കാൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏകദേശം ഒരു ആവറേജ് വാല്യൂ പിടിച്ച് നമ്മൾ പോവാണോ, നമ്മൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഓപ്ഷൻ ഇൻസൈറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുപിടിക്കാനും അവരെ ജസ്റ്റ് ഒന്ന് നമ്മളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാനും പറ്റും. ആൻഡ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ടൂളും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ എന്ന് പറഞ്ഞ ടൂള്. ഈ ടൂള് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോമ്പറ്റീറ്റേഴ്സിന്റെ ആഡൊക്കെ ഒളിഞ്ഞു നോക്കാൻ പറ്റും അല്ലെ. നമുക്ക് ഹൈഡ് ചെയ്യാം അല്ലെ, അവർ ജസ്റ്റ് ഒന്ന് നമ്മൾ അവർ ചെയ്യുന്ന ആഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒളിഞ്ഞു നോക്കാനുള്ള അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള അനലൈസ് ചെയ്യാനുള്ള
കമ്പറ്റീറ്ററിന്റെ ആഡ് അനലൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് നമ്മളുടെ ഈ ഒരു ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ എന്ന് പറഞ്ഞ ടൂള്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അവിടെ തന്നെ നമുക്ക് വെൻ ആൻഡ് വേർ ആഡ്സ് ഷോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. വെൻ ആഡ്സ് ഷോൺ, നമ്മളുടെ ആഡ്സ് എപ്പോഴൊക്കെയാണ് ഷോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ടാവും. നമ്മൾ ആ സിംഗിൾ ക്യാമ്പയിനിലേക്ക് പോയി നമുക്കത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ക്യാമ്പയിൻ എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ ക്യാമ്പയിനിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് ക്യാമ്പയിന്റെ ഡാറ്റയാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ. സോ എപ്പോഴൊക്കെയാണ് ആഡ് റൺ ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് നമുക്ക് ഇംപ്രഷൻ കിട്ടുന്നുള്ള കാര്യങ്ങളും. CTR, ഞാൻ വീണ്ടും പറയാണ്, CTR ക്ലിക്ക് ത്രൂ റേറ്റ്. CTR ഓരോ ടൈമിലും നമുക്ക് ഇംപ്രൂവ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് തോന്നുന്നു 12 മണി തൊട്ട് 1 മണി വരെ നല്ല CTR ഉണ്ടായിരുന്നു അല്ലെ. CTR എത്രയാണ്, എത്ര ക്ലിക്കിന് പോകുന്നുണ്ട് എന്നുള്ള പൈസ, എന്റെ ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ. രാത്രിയാണ് പിന്നെ CTR കൂടിയത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് ഡിവൈസിലാണ് എവിടെയാണ് നമ്മൾ ആഡ് കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഏതൊക്കെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ ഡിവൈസിലാണെന്നുള്ളത് കാണാൻ പറ്റും. സോ മേജർ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒപ്റ്റിമൈസേഷൻ ആണ്. ബാക്കിയുള്ള സെക്ഷനിലേക്ക് ഞാൻ വരാം എന്തായാലും. അപ്പം വെൻ ആൻഡ് വേർ ആഡ്സ് ഷോൺ, സെർച്ച് ടേം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആഡിന് ആ കാര്യം കൂടെ നോക്കണേ. നമ്മൾ നെഗറ്റീവ് കീവേഡ്സ് കൊടുക്കുന്നല്ലാണ്ട് നമ്മൾ ആഡിന് നമുക്കൊരു ബന്ധമില്ലാത്ത കീവേഡിലാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. നമുക്ക് കുറെ ക്ലിക്ക് കിട്ടുന്നുണ്ട്, കുറെ ഇംപ്രഷൻ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഓവർവ്യൂവിൽ പോയി നോക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് ക്ലിക്കും ഇംപ്രഷൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ കൺവേർഷൻ നടക്കുന്നില്ല. അതായത് ക്ലിക്സ് കിട്ടുന്നുണ്ട്, പക്ഷെ ആരും കൺവേർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിലുള്ള ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആഡിന് ഇംപ്രഷനും ക്ലിക്കും കിട്ടുന്നുണ്ട്, കൺവേർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ വന്ന് നോക്കുന്ന സെക്ഷൻ ഈ സെർച്ച് ടേംസ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ക്ലിക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് നിങ്ങളുടെ സെർച്ചസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സെർച്ചസിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വേണ്ടാത്ത സെർച്ചസിൽ കുറെ ക്ലിക്ക് കിട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ കുറെ ഇംപ്രഷൻ കിട്ടിയത് കൊണ്ടോ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ ഫണ്ട് വെറുതെ സ്പെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സെർച്ച് ടേംസിൽ വന്നിട്ട് ഏതൊക്കെ ക്വയറീസിനാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കണം. വേണ്ടാത്ത ക്വയറിക്കാണ് ക്ലിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് കീവേഡ്സ് കൊടുത്തിടുക. അപ്പം നമ്മൾ ആഡ് പെർഫോം ചെയ്യുന്നത് കൊണ്ടല്ല, നമ്മൾ കൊടുത്ത കീവേഡ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ അല്ലാത്ത കീവേഡ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ക്ലിക്ക് കിട്ടുന്നത്. വേണ്ടാത്ത കീവേഡ്സ് ആണ് നമുക്ക് ക്ലിക്ക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അത് മേജർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സെർച്ച് ടേംസ് വന്ന് നോക്കണം. വെറുതെ ക്ലിക്സും കുറെ ഇംപ്രഷൻ കിട്ടി സാർ, അല്ലെങ്കിൽ നമുക്ക് കിട്ടി. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഡൗട്ടാണ്, സാർ ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, ക്ലിക്ക് കിട്ടുന്നുണ്ട്, പക്ഷെങ്കിൽ ആഡിന് കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. ആരും വെബ്സൈറ്റിൽ കയറി കൺവേർഷൻ നടക്കുന്നില്ല എന്നുള്ളത്. സോ ആഡ് ഈ വേണ്ടാത്ത ആളുകൾക്ക് ആണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, വേണ്ടാത്ത സെർച്ചിലും വേണ്ടാത്ത ടാർഗറ്റഡ് ഓഡിയൻസിന്റെ അടുത്തേക്കാണ് ആഡ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇഷ്ടം പോലെ ആഡ് ആൾക്കാർ കാണുന്നുണ്ടാവും, വേണ്ടാത്ത ആൾക്കാരൊക്കെ വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ടാവും. അങ്ങനെ ആഡ് കാണുന്നതും ക്ലിക്ക് ചെയ്യുന്നതും നിങ്ങൾക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലും കൺവേർഷൻ കിട്ടാൻ സാധ്യതയില്ല. കാരണം ഓഡിയൻസ് ടാർഗറ്റിംഗ് പ്രോപ്പർ അല്ല, കീവേഡ്സ് പ്രോപ്പർ അല്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ വരുന്നത്. അപ്പൊ ഒരുവിധമൊക്കെ സെർച്ച് ടേംസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ പ്രോപ്പർ ഓഡിയൻസ് തന്നെയാണോ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആൾ തന്നെയാണോ സെർച്ച് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ആൻഡ് മറന്നു പോണ്ട, നെഗറ്റീവ് കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ പറയാനുള്ള ഒരു വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. ഈ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ സെക്ഷന്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഗൂഗിൾ തരുന്നുണ്ടാവും. ഈ ഗൂഗിള് തരുന്ന റെക്കമെൻഡേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് തരും, ഈ ഒപ്റ്റിമൈസേഷൻ സ്കോർ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവർ പറയുന്ന വേണ്ടാത്ത ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒപ്റ്റിമൈസേഷൻ സ്കോർ കൂടണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവിടെ ഡിസ്മിസ് ആൾ കൊടുത്തു കഴിഞ്ഞാൽ, ഐ വിൽ ഡു ലീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ കൂടുന്നുണ്ടാവും. ഓക്കെ, ആ ഒപ്റ്റിമൈസേഷൻ സ്കോർ കൂടുന്നുണ്ടാവും ക്യാമ്പയിൻ ഒക്കെ. ജസ്റ്റ് അവരവിടെ തരുന്ന ഡിസ്മിസ് ആൾ കൊടുത്തിട്ട് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട കൂടി. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാല്, ഇവരിവിടെ കൊടുക്കുന്ന ഈ റെക്കമെൻഡേഷൻസിൽ ഒരു 75% 80% റെക്കമെൻഡേഷൻസും മേജർ ആയിട്ടുള്ള ഫൗൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം അവരവിടെ ഒറ്റ കൊടുക്കലായിരിക്കും,
അപ്ലൈ എല്ലാ കീവേഡിനെയും ബ്രോഡ് മാച്ച് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറയും. സോ അത് അറിയാത്ത ആളുകൾ നേരെ പോയിട്ട് എന്ത് ചെയ്യും? ഓക്കെ, ഒപ്റ്റിമൈസേഷൻ സ്കോർ കൂട്ടാം, റെക്കമെൻഡ് ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് അക്കൗണ്ടിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള കീവേഡ്സ്, അത് റേസ് മാച്ച് ആയിക്കോട്ടെ എക്സാക്ട് മാച്ച് ആയിക്കോട്ടെ, അത് നേരെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ബ്രോഡ് മാച്ച് ആവും. ആളുകൾ വേണ്ടാത്ത ആളുകളിലേക്കൊക്കെ കീവേഡ്, അതായത് കുറെ ആളുകളിലേക്ക് എത്തും, വേണ്ടാത്ത ആളുകളിലേക്കായിരിക്കും എത്തുന്നുണ്ടാവാം. വെറുതെ കുറെ ക്ലിക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, ഈ റെക്കമെൻഡേഷൻസ് ഓക്കെ ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ള, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എപ്പോഴും അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷനിൽ നമ്മളുടെ ആഡ് വരണം എന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ആഡ് റാങ്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമായിരുന്നു. ആ ആഡ് റാങ്കിന്റെ ഇക്വേഷൻ ഞാൻ പറയാം. ആഡ് റാങ്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPC ഇൻറ്റു ക്വാളിറ്റി സ്കോർ ആണ്. CPC ഇൻറ്റു ക്വാളിറ്റി സ്കോർ. അതായത് നമ്മളെ ആഡിനും, അതായത് ഗൂഗിൾ ആഡ്സിൽ ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ ഈ ഒരു അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷനിൽ ഈ ഒരു ആഡ് വരാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു ലാൻഡിംഗ് പേജ് ഇവിടെ ആഡ് വരാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ആഡ് റാങ്ക് ഹൈ ആയിരിക്കും. സോ ആഡ് റാങ്കിന് എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് CPC അഥവാ കോസ്റ്റ് പെർ ക്ലിക്ക്, ആൻഡ് രണ്ടാമത്തത് ആഡിന്റെ ക്വാളിറ്റി സ്കോർ എന്നുള്ളതാണ്. സോ ഇതിലേക്ക് നമുക്ക് വരാം. ക്വാളിറ്റി സ്കോറും ആൻഡ് CPC ആണ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് സ്പെൻഡ് എമൗണ്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് പെർ ക്ലിക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി സ്കോർ കൂട്ടിക്കൊടുത്താൽ മതി. ക്വാളിറ്റി സ്കോർ കൂട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് റാങ്കും ഇംപ്രൂവ് ചെയ്യാം, സ്പെൻഡ് എമൗണ്ട്, അതായത് ഇത് കമ്പയർ ചെയ്ത സമയത്ത് ആഡ് റാങ്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ CPC കൂട്ടണം, അതായത് കോസ്റ്റ് പെർ ക്ലിക്ക് കൂട്ടണം, അല്ലെങ്കിൽ ക്വാളിറ്റി സ്കോർ കൂട്ടണം. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ CPC കുറയ്ക്കുകയാണ് നമ്മുടെ ഇന്റന്റ് എന്നുണ്ടെങ്കിൽ, അതായത് കോസ്റ്റ് പെർ ക്ലിക്ക് കുറയ്ക്കണം, ഒരു ക്ലിക്കിനുള്ള പൈസ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സ്കോർ നമുക്ക് കൂട്ടിക്കൊടുത്താൽ മതി. സോ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം CPCയും നല്ല സ്പെൻഡ് എമൗണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്കോർ ഉള്ള ആഡുകളായിരിക്കും ടോപ്പ് പൊസിഷനിൽ നമുക്ക് കാണുന്നുണ്ടാവുക. അപ്പൊ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് CPC എങ്ങനെ കുറയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി സ്കോർ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മതി എന്നുള്ളതാണ്. സോ അപ്പം അവിടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റി സ്കോർ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ ആഡിന്റെ ക്വാളിറ്റി സ്കോർ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്? സോ ആഡിന്റെ ക്വാളിറ്റി സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആഡിന്റെ ക്വാളിറ്റി സ്കോറിനെ എഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3 ഫാക്ടേഴ്സ് ആണുള്ളത്. അതിലൊന്നാണ് ആഡ് റെലവൻസ്. ആഡ് റെലവൻസ്, add relevance plus expected CTR plus landing page experience plus landing page experience. So നമ്മൾ ആഡ് റാങ്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് കൂട്ടണം എന്നുള്ളത്. ആഡ് റാങ്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സ്കോറും CPC ഏതെങ്കിലും ഒന്ന് ഇംപ്രൂവ് ചെയ്യണം. സോ CPC കുറയ്ക്കാണ് നമ്മൾ ഇന്റന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോസ്റ്റ് പെർ ക്ലിക്ക് കുറയ്ക്കാണ് നമ്മൾ ഇന്റന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി സ്കോർ കൂട്ടിയിട്ടുണ്ടായിരിക്കണം. സോ ക്വാളിറ്റി സ്കോറിനെ എഫക്ട് ചെയ്യുന്ന 3 മേജർ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന CTRഉം ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസും ആഡ് റെലവൻസും. ഓർഡറിൽ പറയുകയാണെങ്കിൽ ആഡ് റെലവൻസ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ടാർഗറ്റിംഗ് ആയിരിക്കണം, അത്യാവശ്യം നല്ല സെർച്ച് പോലുള്ള ക്വാളിറ്റി കീവേഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നല്ല സെർച്ച് ഉള്ള ക്വാളിറ്റി കീവേഡ്സും പ്രോപ്പർ ടാർഗറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആഡിന്റെ റെലവൻസ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം CTR. നമുക്കറിയാം ഒരു ആഡിന്റെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര നല്ല കീവേഡ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താലും, ക്യാമ്പയിൻ ലെവൽ കംപ്ലീറ്റ്ലി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും, ആഡ് റെലവൻസ് ഒക്കെ കൂട്ടി കഴിഞ്ഞാലും
നമ്മൾ ആഡിന് ക്ലിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡിന് കൊടുക്കുന്ന ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് അസെറ്റ്സ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആഡ് എക്സ്റ്റൻഷൻസ് എന്ന് പറയും, അസെറ്റ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആഡിന് ക്ലിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആഡിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആഡ് എന്തായിരിക്കണം? അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, ക്യാച്ചി ആയിട്ടുള്ള ആഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡിന് ക്ലിക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ CTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രഷനും ക്ലിക്കും തമ്മിലുള്ള ഒരു റേറ്റ് ആയിരുന്നു CTR. അത്യാവശ്യം കാണുന്ന ആളുകളൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇംപ്രഷൻ വരുന്നതിനനുസരിച്ചിട്ട് ആഡിന് ക്ലിക്കും കിട്ടുന്നുണ്ടെങ്കിൽ CTR ഇംപ്രൂവ് ചെയ്യും. CTR ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി സ്കോർ ഇംപ്രൂവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് മൂന്നാമത്തെ മേജർ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഈ ആഡ് റെലവൻസ് ഒക്കെ കൂടി കീവേഡ്സ് ഒക്കെ സെറ്റ് ആയിട്ട് ആളുകൾ ആഡ് കണ്ടാ പോരാ, ആഡ് ക്ലിക്ക് ചെയ്ത് CTR കൂട്ടിയാ പോരാ. ഇതെത്തുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ലാൻഡിംഗ് പേജ് എന്നുള്ളത്. സോ ഈ ലാൻഡിംഗ് പേജിന്റെ അകത്ത് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് പേജ് സ്പീഡ്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലാൻഡിംഗ് പേജിന് സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ ആഡ് റൺ ചെയ്യുന്ന ലാൻഡിംഗ് പേജിന് സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ അത് ക്ലിക്ക് ചെയ്യും, നമ്മളെ ഫണ്ട് പോവും, പക്ഷെ അത് കറങ്ങിക്കൊണ്ടിരിക്കും, നമ്മൾ തിരിച്ചു പോകും. സോ ഫസ്റ്റ് എലമെന്റ് പേജിന്റെ സ്പീഡ് തന്നെയാണ്, പേജിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. ആ പേജ് എക്സ്പീരിയൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ UI UX ഡിസൈൻ, അതായത് ഞാൻ CROന്റെ ക്ലാസ്സിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തത് പറഞ്ഞു തരും. അതായത് നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു പച്ച കളർ അല്ലെങ്കിൽ നമ്മുടെ കടും റെഡ് കളറിലൊക്കെ അല്ലെങ്കിൽ നല്ല കുത്തുന്ന കളറിലൊക്കെ നമ്മളൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അത് ക്ലിക്ക് ചെയ്ത് അത് കണ്ടൊന്നും മനസ്സിലാവാണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. സോ നമ്മള് അവിടെ ഒരു കളർ പാറ്റേൺ യൂസ് ചെയ്യേണ്ടതുണ്ട്. ആളുകൾക്ക് ഈസിനെസ് ആണ്, അല്ലെങ്കിൽ കൺവേർട്ട് ആവാൻ തോന്നുന്ന രീതിയിൽ ഇപ്പൊ ബട്ടൺസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും കോൺടാക്ട് ഫോം ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാം, പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാം, അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അതായത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വേണ്ട പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് അവർക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവണം. ആൻഡ് ബട്ടൺസ്, അതായത് CTAs വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ലാൻഡിംഗ് പേജിന്റെ അകത്ത് നമ്മൾ പേജിന് സ്പീഡ് ഉണ്ട് പോട്ടെ, ബട്ടൺസ് ഒക്കെ കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുകയാണ്, പ്രോപ്പർ എലമെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആൻഡ് വലിയ ഡെപ്തിലൊന്നും കണ്ടന്റ് പോകുന്നില്ല, നല്ല വൃത്തിക്ക് ലാൻഡിംഗ് പേജ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും CTA ഒരു മേജർ ഫാക്ടറാണ്. നമ്മളുടെ ആ ഒരു ലാൻഡിംഗ് പേജിന്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് CTS കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന CTS കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് വാട്സപ്പ് ബട്ടൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺടാക്ട് ഫോംസ് ആയിക്കോട്ടെ, ലീഡ് ഫോംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള CTA ആയിക്കോട്ടെ, കോൾ ബട്ടൺ ആയിക്കോട്ടെ, നിർബന്ധമായിട്ടും നമ്മൾ മേജർ ആയിട്ടുള്ള സെക്ഷൻസിന്റെ അകത്തൊക്കെ CTS കൊടുത്തിട്ടുണ്ടായിരിക്കണം. പറ്റുമെങ്കിൽ നമ്മൾ ലീഡ്സ് ആണ് കളക്ട് ചെയ്യുന്നത്, ലീഡ്സിന്റെ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെക്ഷനിൽ റൈറ്റ് സൈഡിൽ ഒരു CPന്റെ അല്ലെങ്കിൽ ഒരു ലീഡ് ഫോം കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ഏറ്റവും അടിയിൽ ഇത് എൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലീഡ് ഫോം കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആൻഡ് അവിടെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള വാട്സപ്പ് ബട്ടണും, അതേപോലെ തന്നെ നമ്മൾ സെക്ഷനിൽ കണക്ട് ചെയ്യാവുന്ന കോൾ ബട്ടണും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ലാൻഡിംഗ് പേജിൽ എത്തിയിട്ട് നമ്മുടെ ആ ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ നോക്കി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അത് തിയറട്ടിക്കൽ ആയിട്ടില്ല, നിങ്ങൾ പ്രാക്ടിക്കലി ഇത് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ക്വാളിറ്റി സ്കോർ ഇംപ്രൂവ് ചെയ്താലേ ആഡിന്റെ ക്വാളിറ്റി കൂടുള്ളൂ. അപ്പം ആഡിന്റെ ക്വാളിറ്റി കൂടാലേ നമുക്ക് സ്പെൻഡ് എമൗണ്ട് ഒക്കെ കുറച്ചിട്ട് നല്ല രീതിയിൽ ROI ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? സോ അത്യാവശ്യം ഈ ഒരു ആഡ് റാങ്ക്, ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, മേജർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആഡ് റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇനി സ്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംപ്രഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല, നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു വീക്ക്ലി ടൈമിലോ ഒരു മോണിറ്റർ വെച്ചിട്ട് ഒരു 10% വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള CPA അല്ലെങ്കിൽ CPC നമ്മൾ കൊടുക്കൂലേ, സെറ്റപ്പ് ചെയ്ത CPC ഒക്കെ അല്ലേ, അതൊന്നൊരു 10% വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക. നമ്മൾ കൊടുത്ത CPC കോസ്റ്റ് പെർ ക്ലിക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോസ്റ്റ് പെർ ആക്ഷൻ ആയിക്കോട്ടെ, ആ ഒരു സാധനം കോസ്റ്റ് പെർ ആക്ഷൻ ആയിക്കോട്ടെ, ആ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് 10% വെച്ചിട്ട് മെല്ലെ മെല്ലെ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് ക്ലിക്സ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ 100 ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി കൊടുത്ത CPA 100 ആണെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഒരു 110 ആയി കൊടുക്കാം CPA എഡിറ്റ് ചെയ്തിട്ട്. ഈ CPA ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ക്യാമ്പയിന്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ സെലക്ഷൻ, ആ ഒരു സെക്ഷനിലാണ് ഉള്ളത്. നമുക്ക് CPAയും CPC ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡെയിലി ബഡ്ജറ്റും ആ സെക്ഷനിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആഡ്സ് എഡിറ്റ് ചെയ്യാനും കീവേഡ്സ് എഡിറ്റ് ചെയ്യാനും ഓഡിയൻസിന് എഡിറ്റ് ചെയ്യാനുള്ള സെക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് നമ്മൾ ചെയ്തു കൊടുക്കാം. ആ രീതിയിൽ നമ്മൾ അത് അഡീഷണലി 10% കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ക്ലിക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ആൻഡ് എപ്പോഴും ഈ നോട്ടിഫിക്കേഷൻ ബാർ നിങ്ങൾ നോക്കാം. ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ നമുക്ക് നമ്മളെ അക്കൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസർ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ക്യാൻസൽ ആയി ഫ്രോസ് ആയി അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ നോട്ടിഫിക്കേഷനിൽ ഒന്ന് ഗൂഗിൾ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നോട്ടിഫിക്കേഷൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പുതിയ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് ആ നോട്ടിഫിക്കേഷന്റെ സെക്ഷൻ ഗൂഗിൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മളുടെ പിന്നെ ഈ ആഡ് അക്കൗണ്ടിനെ സംബന്ധിച്ചിട്ട് ഈ ആഡ് അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം പറ്റാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്ത് തരണം, അല്ലെങ്കിൽ ആഡ് അക്കൗണ്ടിൽ ക്യാൻസൽ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യാൻ പോവാണ് എന്നുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും. ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. സോ അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും നന്നാവുക. നമ്മൾക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ അഡ്വർടൈസർ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നം വരുന്ന സമയത്ത്, ഇപ്പം ഈ ഒരു ആഡ് റൺ ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ഒരു ആഡ് റൺ ചെയ്യണം, ഇപ്പൊ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളെ ബിസിനസിന്റെ അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്തതിന് ശേഷം നമ്മൾ ആഡിന് പെട്ടെന്ന് ഒരു അഡ്വർടൈസർ വെരിഫിക്കേഷൻ വരികയാണ് ആഡ് അക്കൗണ്ടിനെങ്കിൽ ചില സമയത്ത് അതൊരു ഇഷ്യൂ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ ക്യാമ്പയിൻ അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ആ സമയത്ത് തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക, അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചെയ്യുക. വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഏത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ലെവലില് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആഡ്സ് അക്കൗണ്ടിന് വേണ്ടിയിട്ട് ആഡ് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പോകുന്ന കേസിലൊക്കെ, അതായത് നിങ്ങൾ ഒരു കമ്പനിക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് വെരിഫിക്കേഷൻ അവര് ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്ത് തീർക്കണം. ഓക്കെ, ലാസ്റ്റിലേക്ക് വെക്കരുത്. അത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ മേജർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആഡിന്റെ ഈ ലാൻഡിംഗ് പേജ്, അതുപോലെ തന്നെ ആഡ് റെലവൻസ്, അതുപോലെ തന്നെ നമ്മുടെ CTR ഒക്കെ നമുക്ക് കൂട്ടുകയാണെങ്കിൽ ആഡിന്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ആൻഡ് അത് ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീവേഡ്സ്, ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ടൈറ്റിൽ, അതുപോലെ തന്നെ നമ്മളെ ലാൻഡിംഗ് പേജ്, മേജർ ഫാക്ടേഴ്സ് ആണ് 3 എണ്ണം. ആൻഡ് നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്യാം. നമുക്ക് ഓപ്ഷൻസ്, അതായത് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും, അവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഇഫ് നമ്മൾ ബെറ്റർ ആണോ അല്ലെങ്കിൽ ദേ ആർ ബെറ്റർ എന്നുള്ള ആ ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആഡ് ട്രാൻസ്പെറൻസി സെന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അല്ലെങ്കിൽ ഏത് അഡ്വർടൈസർ ആയിക്കോട്ടെ അവരെ ആഡ് റൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സോർട്ട് ചെയ്തിട്ട് അവർ റൺ ചെയ്യുന്ന സെർച്ച് ആഡ് കാണാം, ഡിസ്പ്ലേ ആഡ് കാണാം, അല്ലെങ്കിൽ അവർ ഏതൊക്കെ ലൊക്കേഷനിൽ റൺ ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആഡുകൾ കാണാൻ പറ്റും. ഇനി ഏത് ടൈം പീരീഡിൽ റൺ ചെയ്തിട്ടുള്ള ആഡ് ആണോ, അല്ലെങ്കിൽ മൊത്തം കംപ്ലീറ്റ്ലി അവർ ലൈഫ് ലോങ് ചെയ്തിട്ടുള്ള ആഡുകൾ ഏതൊക്കെയാണോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നമ്മളെ ട്രാൻസ്പെറൻസി സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് വെച്ചിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി ഞാൻ ഇപ്പൊ കറന്റ്ലി ചെയ്യുന്ന എല്ലാം കാണിച്ചിരുന്നില്ല, ജസ്റ്റ് ഒരു പതിയെല്ലാം കാണിച്ചു തരാം. 4 ആഡ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ 4 ബിസിനസിന്റെ സെർച്ച് ആഡ്, ഞാൻ ചെയ്യുന്ന സെർച്ച് ആഡും അതിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഡ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് CDA നിങ്ങൾ ഓൾറെഡി കണ്ടു. CDAന്റെ 3 ആഡ് അക്കൗണ്ട് ഉണ്ട്. 3 ആഡ് അക്കൗണ്ടിന്റെ അകത്തും നമ്മൾ സെർച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം CDA ലീഡ് മാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അവിടെ നടക്കുക കേട്ടോ. ഓൾ ക്യാമ്പയിൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നമുക്ക് ഇതിലേക്കും സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെലക്ട് ക്യാമ്പയിൻ അണ്ടറിൽ പോയിട്ട് ഏതാണോ സോർട്ട് ചെയ്യേണ്ടത് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ആൻഡ് ആ ക്യാമ്പയിന്റെ അണ്ടറിലുള്ള ആഡ് ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ആ ഒരു സിംഗിൾ ക്യാമ്പയിന്റെ അണ്ടറിലുള്ള ആഡ് ഗ്രൂപ്പുകളാണ് നമ്മളിവിടെ ജസ്റ്റ്
കാണുന്നത്. നോ ടാർഗറ്റ് എന്ന് പറഞ്ഞ വെച്ചിട്ടുള്ള ഒരു ആഡ് ഗ്രൂപ്പ് ഉണ്ട്. ഒബ്സർവേഷൻ, നോ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ടാർഗറ്റ് ചെയ്യാണ്ട് എല്ലാവരും കൂടി ഉള്ളതാണ്. അതാണ് കൂടുതൽ കൺവേർഷൻസും കിട്ടുന്നത്. സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ ഉണ്ട്. സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ട് തൃശ്ശൂർ, മലപ്പുറം ഒക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള സിറ്റി ബേസ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ആഡ് ഗ്രൂപ്പാണ് അത്. മലപ്പുറത്തിലെയും തൃശ്ശൂരിലെ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രേസ് മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഗ്രൂപ്പ് യൂസ് ചെയ്തത് ഇതിൻ്റെ അകത്ത് കൂടുതലും ഫ്രേസ് മാച്ച് കീവേഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആഡ് ഗ്രൂപ്പാണ് ഈ ഒരു സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ഇവിടെ ഞാനൊരു ഈ ഒരു CDA ലീഡ് മാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിന്റെ അണ്ടറിൽ ഞാൻ ഒരു 5 ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇനി തോന്നുകയാണ് ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ, ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇൻഫോ പാർക്കിലുള്ള ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കരിയർ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഓഡിയൻസിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു 6ാമത്തെ ആഡ് ഗ്രൂപ്പും കൂടി ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ആഡ് ഗ്രൂപ്പ് 6 കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കീവേഡ്സും അതേപോലെ തന്നെ പുതിയ ഡിസ്ക്രിപ്ഷനും ആഡ്സും കൊടുത്തിട്ട് നമുക്ക് പുതിയൊരു ആഡ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഓരോ ആഡ് ഗ്രൂപ്പിന് ഒരു സിംഗിൾ ആഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്ത് റൺ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കീവേഡ്സ് ബേസ് ചെയ്തിട്ടുള്ള സിറ്റി ബേസ്ഡ് ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈൻ ആൻഡ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ ഓരോ ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. അവരെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്പെഷ്യലി അവരെ ടാർഗറ്റ് ചെയ്ത് മാത്രം പോകുന്ന ആഡ്സുകളും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മളെ തൃശ്ശൂരും മലപ്പുറം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് CDA കാലിക്കറ്റിന്റെ ആഡ് അക്കൗണ്ട് ആണ്. ഇനി നമ്മുടെ CDA കാലിക്കറ്റ് ആഡ് അക്കൗണ്ട് കണ്ടു. ഇനി നമ്മൾ CDA ഓൺലൈൻ്റെ ആഡ് അക്കൗണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TM ഓൺലൈൻ കോഴ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാമ്പയിനിൽ നമ്മളൊരു സിംഗിൾ, ബാക്കി കുറെ ആഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിന്റെ അണ്ടറിൽ. സോ ഇപ്പൊ നമ്മൾ ബാക്കി ആഡ് ഗ്രൂപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ ആഡ് ഗ്രൂപ്പ് ഒന്നും വിസിബിൾ ആവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു സിംഗിൾ ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ സിംഗിൾ ആഡ് ഗ്രൂപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ആഡ് ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സും ആഡ്സും ആയിരിക്കും റൺ ആവുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ CDA ഓൺലൈനിൽ കണ്ട പോലെ അല്ലെങ്കിൽ CDA കൊച്ചിന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ക്ലയന്റ് ആണ്, ഇന്റീരിയർ ഡിസൈനിങ് ബേസ് ചെയ്തിട്ടുള്ള ക്ലയന്റ് ആണ്. അവർക്ക് വേണ്ടി റൺ ചെയ്യുന്ന സെർച്ച് ക്യാമ്പയിൻ ഡിഫറെന്റ് ആയിട്ടുള്ള സെർച്ച് ക്യാമ്പയിനുകളുണ്ട്. സോ ക്ലയന്റിന് വേണ്ടി റൺ ചെയ്യുന്ന ക്യാമ്പയിൻസിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ആണ് ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പയിൻ്റെ അകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ ഉണ്ട്. ഇപ്പം ഹോം ഇന്റീരിയർ, അതായത് ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണല്ലോ. സോ അവിടെ ഹോം ഇന്റീരിയർ കോൺട്രാക്ടേഴ്സ്, ജനറൽ ആയിട്ടുള്ള കീവേഡ്സ് വെച്ചിട്ടുണ്ട്. ഇനി 2 BHK ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലാറ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള സെർച്ചുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. കൊമേഴ്ഷ്യൽ, അതുപോലെ റെസിഡൻഷ്യൽ, റെസ്റ്റോറന്റ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിലും ഇവരെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം സപ്പോസ് ഞാൻ ഇവിടെ ഹോം ഇന്റീരിയർ മാത്രം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹോം ഇന്റീരിയർ മാത്രം കൊടുക്കുകയാണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന ആഡ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഇന്റീരിയറിനെ ടാർഗറ്റ് ചെയ്യുന്ന ആഡുകളും ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നേരത്തെ ചോദിച്ചിട്ടില്ലായിരുന്നു ആരോ, നമുക്ക്
ഒന്ന് കൂടുതൽ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതെ. നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ആഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ തന്നെ എന്ത് ചെയ്യാം, പുതിയ ആഡും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇപ്പൊ 2 ആഡുകളും കാണിക്കുന്നുണ്ടാവും. ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള ആഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതാണോ ഉള്ളത് അതിനെ വെച്ചിട്ട് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഒരു ആഡ് വേണമെങ്കിൽ കൺവേർഷൻ ട്രാക്കിംഗ് കൂടെ ഒന്ന് കാണിച്ചു തരുമോ സാർ? എവിടെയാണ് കൺവേർഷൻ ട്രാക്ക് ചെയ്യണമെന്ന്? യെസ്, കൺവേർഷൻ ട്രാക്കിംഗ് വലിയൊരു ടോപ്പിക്കാണ്, അതിലേക്ക് വരാൻ തരും. അല്ല, ഞാൻ ഇങ്ങനെ വെറുതെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ്. എങ്ങനെയാണ്, എവിടെയാണ് കൺവേർഷൻ? അങ്ങനെ ഇപ്പൊ അങ്ങനെ ഫുള്ളായി പറഞ്ഞുതരാണ്ട് ഇങ്ങനെ ഗോൾസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗോൾസിൽ പോയി കഴിഞ്ഞാൽ കൺവേർഷൻസ് ഉണ്ടാവും, അവിടെ നമുക്ക് ഡിഫറെന്റ് കൺവേർഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വേണ്ട കൺവേർഷൻസ് എന്താണോ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത കൺവേർഷൻ എന്ത് ചെയ്യണം, ടാഗ് മാനേജറിൽ പോയിട്ട് നമ്മൾ ആ കൺവേർഷൻ ജസ്റ്റ് അവിടെ കൺവേർഷൻ ഇവിടെ ആദ്യം ഗോൾസിൽ നമ്മൾ കൺവേർഷൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ടാഗ് മാനേജറിൽ പോയിട്ട് ഈ ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ആ ടാഗ് മാനേജറിൽ പോയിട്ട് പുതിയ ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ എന്ന് പറഞ്ഞ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണോ ട്രിഗർ ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സിന് നമുക്ക് കൺവേർഷൻ ലിങ്കർ വെച്ചിട്ട് കണക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. കൺവേർഷൻ ലിങ്കർ എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ഈ ടാഗ് ഐഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർഷൻ ട്രാക്ക് ചെയ്യണം. കുറച്ച് അതാ പറഞ്ഞ അത് കൺവേർഷൻ ട്രാക്ക് ചെയ്യുന്നത് കുറച്ച് വലിയ ടോപ്പിക് തന്നെയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ക്യൂരിയോസിറ്റി ആണോ? അല്ലല്ല, ഞാൻ ഇങ്ങനെ ചോദിച്ചാണ്. അപ്പൊ ഇങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോസിലൊക്കെ അനലിറ്റിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടാഗ് മാനേജർ തന്നെ യൂസ് ചെയ്യാം, അങ്ങനെ കുറെ കണ്ടു. അപ്പൊ ഞാൻ ഏതിലാണ് എല്ലാവരും ചെയ്യണം അങ്ങനെ ചോദിച്ചു. യെസ്, നമുക്ക് എന്തായാലും ടാഗ് മാനേജർ വെച്ചിട്ട് തന്നെ അനലിറ്റിക്സ് ഞാൻ കാണിച്ചു തരാം. ടാഗ് മാനേജർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർഷൻ ഗൂഗിൾ ആഡ്സിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗോൾസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കൺവേർഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാഗ് മാനേജർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺവേർഷൻ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് തന്നെ ആയിരിക്കും. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ ടാഗ് മാനേജർ എന്നുള്ളത്. ടാഗ് മാനേജർ അറിയാലോ, നമ്മൾ ഇതിന്റെയും ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അത് ഈ ടാഗ് മാനേജർ എന്നുള്ളത്. ഈ കോഡുകൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാന്, ഇപ്പം പിക്സൽ കോഡൊക്കെ അല്ലേ, സ്കീമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ നമുക്ക് റീമാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടാഗ് മാനേജറിനെ. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് ടാഗ് മാനേജറിന്. സോ കൺവേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെ തന്നെ ആയിരിക്കും. ഓക്കെ, സോ യെസ്, അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എ ബി ടെസ്റ്റിംഗ് അല്ലേ, നമുക്ക് എക്സ്പെരിമെന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ബെറ്റർ ആഡ് ഏതാണ് പെർഫോം ചെയ്യുന്നത് അതിനെ ചെയ്യാൻ വേണ്ടിട്ടല്ലേ, ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. യെസ് ഓക്കെ മറ്റേ പോലെ ഉണ്ടോന്നല്ലേ. യെസ് കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആഡ് ഗ്രൂപ്പ് ലൈക്ക് അത് ത്രൂ നമുക്ക് ഡിഫറെന്റ് സർവീസ് ഉള്ളത് കൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പ് ഞാൻ വിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഇത് നേരത്തെ ആരോ പറഞ്ഞായിരുന്നു, നമ്മള് സെയിൽസ് ക്യാമ്പയിനിൽ, അതായത് ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ കൃതി ഹെർബൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ്. ഇതും സെർച്ച് ആഡ് ആണ്. ആന്റി ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് പേജിലേക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് പേജിന്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഡ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മൾ മെയിൻ ആയിട്ട് ഒരു സിംഗിൾ ആഡ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്തിട്ടാണ് ആഡ് റൺ ചെയ്യുന്നത്. അതിൽ ഒരുപാട് ആഡ് ഗ്രൂപ്പ് ഒന്നുമില്ല. ഈ ഒരു സിംഗിൾ പേജിലേക്കാണല്ലോ ഈ പ്രൊഡക്റ്റിന്റെ ആന്റി ഗ്രേ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെർച്ച് ആഡ് റൺ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പ്രൊഡക്റ്റ് പേജിലേക്കായിരിക്കും. ഈ ഡിസ്പ്ലേ പാത്ത് എവിടെയാണ് വരുന്നത് സർ? ഇത് ഇവിടെ. ഓക്കേ, അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളെ സ്ലഗ് എന്നൊക്കെ പറയില്ലേ, നമ്മളിപ്പം URL ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ നമുക്ക് എന്താണ് അവിടെ കാണിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ പാത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളവിടെ ഹെഡ്ലൈൻസ് നമ്മൾ
പ്രോപ്പർ ആയിട്ടുള്ള ഒറ്റ കീവേഡ് ആണ്, ഒറ്റ ആഡ് ഗ്രൂപ്പ് ആണ് ഇതിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ആ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് പേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പേജുകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ചെയ്യാവുന്നതാണ്. സോ ഫോക്കസ് ചെയ്യുന്നത് ഇതിലേക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കീവേഡ്സ് സെറ്റപ്പ് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനും ആ ഒരു സിംഗിൾ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനും ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലൈക്ക് ഈ ഒരു സെർച്ച് ആഡ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അകത്തുള്ള ഷോപ്പിഫൈ സ്റ്റോർ ആണ് കൃതി ഹെർബൽസിന്റെ, അതിൽ ആന്റി ഗ്രേ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സെർച്ച് ആഡ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിംഗിൾ, അപ്പം ആഡ് ഗ്രൂപ്പ് ഒരുപാട് വേണം നിർബന്ധമൊന്നുമില്ല. സിംഗിൾ ആയിട്ടുള്ള ഒറ്റ സിംഗിൾ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡുകൾ ക്യാമ്പയിൻസ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ കൃതി ഹെർബൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഒരു ആഡ് അക്കൗണ്ടും കൂടി ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഒപ്റ്റിമൈസേഷൻസും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഞാൻ ടേസ്റ്റി ഫുഡിൻ്റെതും അതുപോലെ തന്നെ ടേസ്റ്റി ഫുഡിന്റെ കേസിൽ ഞാൻ സെർച്ച് ആഡ് റൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. ഓക്കെ, യെസ്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ആഡ് അക്കൗണ്ട് ഒക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. അല്ലെങ്കിൽ ആഡ്സ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് ആ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നാണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ്, ഡൗട്ട്സ് നിങ്ങൾക്ക് വേണം. ഈ സോന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേണർ ഇല്ലായിരുന്നോ? ആളുണ്ടോ അവിടെ? സോന ഇല്ല, ഉണ്ടോ? ഈ സോന എന്നുള്ള ലേണർ നമ്മള് സെഷൻസിൽ ഉണ്ടാവാറില്ലേ? അറിയോ ആർക്കെങ്കിലും? എനിവൺ? ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലല്ലേ? കേട്ടില്ല. ഇല്ലല്ലേ? കേട്ടില്ല. സോന എന്ന് പറഞ്ഞിട്ടുള്ള ഇല്ല. ഓക്കെ. സോ ഇപ്പം എടുത്ത ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ? ദീപ്തി, ഞാൻ സ്റ്റെക്ക് ആണോ? ഇല്ല ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഡൗട്ട് അല്ലേ? ഓക്കെ. ഒന്നുകൂടെ ചുരുക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പോഴല്ല, അതായത് ഇപ്പോ ഡീറ്റെയിൽ ആയിട്ടല്ലേ സർ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് എന്തെങ്കിലും ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ചുരുക്കിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരുമോ? അതായത് ഫസ്റ്റ് മുതൽ ജസ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോ പിന്നെ ലാസ്റ്റ് വന്ന ഈ മാർക്ക് എന്ന് പറയല്ലോ, അതേപോലെ അങ്ങനെ ഒന്നും കൂടെ ഒരു വട്ടം കൂടെ ഒന്ന് കണ്ടാല് യെസ് ഒന്നും കൂടെ സ്റ്റോർ ആവും. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത ജസ്റ്റ് പെട്ടെന്ന് സെർച്ച് ആയിട്ട് സിമ്പിൾ ആയിട്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഒന്നുമില്ല. നമ്മൾ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സെർച്ച് ആയിട്ട് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ മേജർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം നമ്മൾ എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് ചൂസ് ചെയ്യണം.
ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യണം. അത് ഏത് സെയിൽസ് ആയിക്കോട്ടെ, ലീഡ്സ് ആയിക്കോട്ടെ, അത് നമ്മൾ എന്താണ് നമ്മുടെ നീഡ്, അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ആ ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മസ്റ്റ് ആയിട്ടും ഈ 7 ഒബ്ജക്റ്റീവിന് ഒരു ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യും. ഈ നെക്സ്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവുക ഏത് ക്യാമ്പയിൻ ടൈപ്പ് ആണ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്തു, നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് നമ്മളെ ക്യാമ്പയിൻ ടൈപ്പ്, ഏത് രീതിയിൽ ആർക്കാണ് ആഡ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് ആഡ് കാണിക്കേണ്ടത് എന്നുള്ളത്. സോ നമ്മൾ ലീഡ്സ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ക്യാമ്പയിൻ ടൈപ്പുകൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഈ ക്യാമ്പയിൻ ടൈപ്പിന്റെ അകത്ത് നമുക്ക് ഇപ്പൊ സെർച്ച് ക്യാമ്പയിൻ ഉണ്ട്, വീഡിയോ ക്യാമ്പയിൻ ഉണ്ട്, ഡിമാൻഡ് ജെൻ ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ പ്ലാറ്റ്ഫോമിലേക്കാണ്. സെർച്ച് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോന്റെ അണ്ടറിൽ വരുന്ന ആ ഇമേജസ് ഒക്കെ ആയിട്ട്, വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിപ്പബിൾ ആൻഡ് നോൺ സ്കിപ്പബിൾ ആയിട്ടുള്ള, ഡിസ്പ്ലേ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിന്റെ അകത്ത് ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ അകത്തേക്ക് നമുക്ക് ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഡിസ്പ്ലേ ആഡ് എന്നുള്ളത്. ഷോപ്പിംഗ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറിക്ക് നമ്മൾ ഷോപ്പിംഗ് പേജിലേക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഷോപ്പിംഗ് ആഡ് ആണ്. ആൻഡ് എല്ലാ ക്യാമ്പയിൻസും കൂടി ഒരുമിച്ച് നമുക്ക് ഒരു സിംഗിൾ ക്യാമ്പയിനറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് മാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മളിപ്പം സെർച്ച് ആഡിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഗോൾ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിഡിങ് സ്ട്രാറ്റജിയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡിങ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. നമ്മൾ കൺവേർഷൻസ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൺവേർഷൻ വാല്യൂ ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺവേർഷൻ വാല്യൂ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഒരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള കൺവേർഷൻ കിട്ടാനുള്ള സാധ്യതയായിരിക്കും ഈ കൺവേർഷൻ വാല്യൂ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ നോക്കുന്നുണ്ടാവുക. അതായത് കൗണ്ടിലല്ല നോക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കൊരു 10 കൺവേർഷൻ കിട്ടുന്നതിനെക്കാട്ടും ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇങ്ങനെ ഇപ്പൊ ലീഡ് ഫോം ത്രൂ നമുക്ക് ഇത്ര കൺവേർഷൻ കിട്ടുന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വാല്യൂ കിട്ടുന്ന കൺവേർഷൻസിലേക്കായിരിക്കും കൂടുതൽ ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബിറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക വാല്യൂ ബേസ്ഡ് ആയിട്ട്. അപ്പൊ നമുക്ക് കൗണ്ടാണ് കൺവേർഷൻസ്, ലീഡ്സ് കുറെ വേണം. അപ്പൊ ലീഡ്സിന്റെ ഒക്കെ കേസിൽ നമുക്ക് ഒരുപാട് ലീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർഷൻസ് വേണം, മാക്സിമൈസ് കൺവേർഷൻ ചൂസ് ചെയ്യണം. കൺവേർഷൻ വാല്യൂ, അതായത് കൺവേർഷൻ വാല്യൂ ചൂസ് ചെയ്യപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ലീഡ്സ് ഹയർ കോസ്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് ലീഡ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർഷൻ വാല്യൂ വെച്ചിട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ലീഡ്സിന്റെ കേസിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ ആരാണ് കൺവേർട്ട് ആവുക എന്നുള്ളത് പറയാൻ പറ്റില്ല. സോ ആ കേസിലായതുകൊണ്ട് തന്നെ നമ്മൾ കൺവേർഷൻസ് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ഒരുപാട് കൗണ്ട് വേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കൺവേർഷൻസ് കൊടുക്കുകയാണ്. ആൻഡ് CPA കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിന്റെ താഴത്തായിരിക്കണം, കുറച്ചുകൂടി കുറവായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും CPA സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി കസ്റ്റമർ അക്വിസിഷനിൽ നമുക്ക് ബിഡ് ഫോർ ന്യൂ കസ്റ്റമേഴ്സ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ, ഇപ്പൊ ലാംഗ്വേജ് ടാർഗറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സൗണ്ട് ഉണ്ട്. നോർമലി ഇപ്പൊ ആൾക്കാർ എത്ര CPA ആണ് വെക്കുന്നതെന്ന് നമുക്ക് കിട്ടും. അത് കീവേഡ് പ്ലാനറിൽ നോക്കി കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ ഇപ്പൊ CPA സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, കോസ്റ്റ് അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമുക്കിപ്പോ ഒരു പുതിയതായിട്ട് തുടങ്ങുമ്പോ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഏകദേശം നമുക്ക് CPA എങ്ങനെയാ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് കോമ്പറ്റീറ്റേഴ്സിനെ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഈ നമുക്ക് CPC സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കീവേഡ് പ്ലാനറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കോമ്പറ്റീറ്റർ യൂസ് ചെയ്യുന്ന ഒരു ക്ലിക്കിനുള്ള ഏറ്റവും കൂടുതൽ എമൗണ്ടും ലെസർ എമൗണ്ടും ഉണ്ടാവും. അതിനൊരു ആവറേജ് വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, CPC ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. CPA നമ്മൾ ഞാൻ പറഞ്ഞത് ഒരു പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നോക്കിയുള്ള ലെവലിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം അവിടെ ആ ഒരു പ്രോഫിറ്റിന്റെ താഴെയുള്ള എമൗണ്ട് CPA ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. CPC സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് നോക്കിയാൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീവേഡ് പ്ലാനറിൽ പോവുക, ഏത് കീവേഡ് ആണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് സെർച്ച് ചെയ്ത് കൊടുക്കുക. ആ കീവേഡിന്റെ ഹയർ ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യുന്ന ആളുടെ എമൗണ്ട് ഉണ്ടാവും, ഏറ്റവും കുറവ് ബിഡ് ചെയ്യുന്ന ആളുടെ എമൗണ്ട് ഉണ്ടാവും. ഈ 2 വാല്യൂ എടുക്കുന്നതിന് പകരം ഏത് വാല്യൂ എടുക്കുക, അതിന് രണ്ടിൽ നടുവിലുള്ള ആ ഒരു ആവറേജ് വാല്യൂ എടുത്തിട്ടായിരിക്കണം ബിഡ് എമൗണ്ട് കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ സോ യെസ്, സൗണ്ട് ആക്കാം. ഓക്കെ, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടാവും? ഇല്ല ഇല്ല. ഗ്രേറ്റ്. ഓക്കെ. അപ്പം യെസ്, അപ്പം നമ്മള് ഓക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ നെറ്റ്വർക്ക്സ് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും നമ്മളെ സെർച്ച് ഗൂഗിളിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നമുക്ക് കാണിക്കണം. ഗൂഗിളിന്റെ പാർട്ട്ണർ സൈറ്റിലേക്ക് നമ്മൾ ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ലൊക്കേഷൻ, ഇത് മേജർ ആയിട്ടുള്ള കാര്യമാണ്. ഇത് വെറുതെ കൊടുക്കുന്നതല്ല, ഈ ലൊക്കേഷനിലുള്ള ആളുകളെ മാത്രമേ നമ്മൾ ആഡ് കാണിക്കുന്നുണ്ടാവുള്ളൂ. കേരള കൊടുക്കുകയാണെങ്കിൽ കേരളയിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആഡ് വരുന്നുണ്ടാവുക. ലൊക്കേഷൻ ഓപ്ഷന്റെ കേസിന്റെ അകത്ത് പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രസൻസും ഉണ്ട്. ഈ കേരളത്തിൽ കറന്റ്ലി ഉള്ള ആളുകളെയും വരാൻ താല്പര്യമുള്ള ആളുകളെയും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് കൊടുക്കാം. കേരളത്തിൽ റെഗുലർ ആയിട്ട് താമസിക്കുന്ന ആളുകളാണെങ്കിൽ പ്രസൻസ് ഓപ്ഷൻ കൊടുക്കാം. ലാംഗ്വേജസിൽ ഈ കേരളത്തിലുള്ള ഏത് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇവിടെ നമുക്ക് പൊളിറ്റിക്കൽ ആഡ്സ്, ഇത് നമ്മൾ എപ്പോഴും നോ കൊടുത്തിട്ടുണ്ടായിരിക്കണം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ ആഡ്സ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നോ നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കണം, അതെന്തായാലും മസ്റ്റ് ആണ്. ആൻഡ് ഓഡിയൻസ് സെഗ്മെന്റ്സ്, മേജർ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ഓഡിയൻസ് സെഗ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 ടൈപ്പ് ഓഫ് ഓഡിയൻസ് സെഗ്മെന്റ്സിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇൻ മാർക്കറ്റ്, അഫിനിറ്റി ആൻഡ് ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓഡിയൻസ് സെഗ്മെന്റ്സ് ആണുള്ളത്. ഈ 3 ഓഡിയൻസ് സെഗ്മെന്റ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ച ആളുകൾ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ പാരന്റ്സ്, അവരൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ലൊക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അഫിനിറ്റിയിൽ നിന്ന് ടാർഗറ്റ് ചെയ്യാവുന്നതായിരുന്നു. ദെൻ ഇൻ മാർക്കറ്റിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്തിനെ പറ്റിയെങ്കിലും സെർച്ച് ചെയ്യുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഏറ്റവും കൂടുതൽ കൺവേർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇൻ മാർക്കറ്റിലുള്ള ഓഡിയൻസ് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രോപ്പർ ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി സെർച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു, അവരെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ടാർഗറ്റിംഗ് ആൻഡ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞ 2 സെക്ഷൻ ഉണ്ട്. ടാർഗറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോപ്പർ സെറ്റപ്പ് ചെയ്തിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തായിരിക്കും ആഡ് റൺ ആവുന്നുണ്ടാവുക. ഇനി ഒബ്സർവേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഗൂഗിൾ അതിന്റെ കൂടെ തന്നെ സിമിലർ ആയിട്ടുള്ള ഇത് ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെയും കൂടി ആഡ് ചെയ്യുന്നുണ്ടാവും. സിമിലർ ആയിട്ടുള്ള ഓഡിയൻസിനെയും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വേണ്ടാത്ത ഓഡിയൻസിലേക്ക് നമ്മൾ ആഡ് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് നാരോ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ മാത്രം കാണിച്ചാൽ മതി ടാർഗറ്റിംഗ് കൊടുക്കാം. ഇനി നാരോ ഡൗൺ ചെയ്യേണ്ട, ഒരുപാട് ആളുകളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ആൾക്കാരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി മോർ സെറ്റിംഗ്സിന്റെ അകത്ത് നമുക്ക് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഡ് റൊട്ടേഷൻ, നമുക്ക് ബെസ്റ്റ് പെർഫോമിംഗ് ആഡിന് നേരത്തെ പറഞ്ഞ പോലെ ബെറ്റർ കൊടുക്കാവുന്നതാണ്. ആൻഡ് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് AI-Max എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ കറന്റ്ലി ഞാൻ പറഞ്ഞു അത് യൂസ് ചെയ്യേണ്ട. AI-Max യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ടാർഗറ്റിംഗ് വരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സോ AI-Max വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതായത് AI തന്നെ ബാക്കി ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് പ്രോപ്പർ ടാർഗറ്റിംഗ് അല്ല. അപ്പൊ നിങ്ങൾ അത് ഓണായി കൊടുക്കേണ്ട തൽക്കാലത്തേക്ക്. ആൻഡ് നമ്മൾ കീവേഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റകൾ കീവേഡും അതുപോലെ തന്നെ നമ്മളെ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ URL കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തരും. തൽക്കാലം സ്കിപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അവിടെ നമുക്ക് നമ്മുടെ URL, നമ്മുടെ വെബ്സൈറ്റിന്റെ URL കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണം നിർബന്ധമായിട്ടും. ആൻഡ് അത് അപ്പം അവിടെ നമുക്ക് കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. ഈ സജഷൻസ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള 3 ടൈപ്പ് ഓഫ് കീവേഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട് മാച്ച്, ബ്രോഡ് മാച്ച് ആൻഡ് ഫ്രേസ് മാച്ച്. ഇതിൽ നമ്മൾ എക്സാക്ട് മാച്ചും ഫ്രേസ് മാച്ചും ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ബ്രോഡ് മാച്ച് യൂസ് ചെയ്യാം, പക്ഷെ ഒരുപാട് നെഗറ്റീവ് കീവേഡ്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ എക്സാക്ട് മാച്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അത് സെർച്ച് ചെയ്യുന്ന ഓഡിയൻസിനെ കാണിക്കാനുള്ള കീവേഡ്സ് ആയിരിക്കും. ഫ്രേസ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കീവേഡ് ഫ്രേസ് മാച്ചിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സെർച്ചിലും നമ്മൾ ആഡ് കാണിക്കുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള കീവേഡ്സ് നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ ടാർഗറ്റ് ചെയ്ത്, അത് എപ്പോഴും സെർച്ച് കൂടിയുള്ള കീവേഡ്സ് ആയിരിക്കണം. നമുക്ക് എക്സാക്ട് മാച്ച് കീവേഡ് കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ടുള്ള കീവേഡ് എടുക്കാം. ട്രെൻഡിങ് ആയിട്ടുള്ള കീവേഡ് എടുക്കാൻ വേണ്ടി നമുക്ക് ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് കുറച്ചുകൂടി ചെറിയ കീവേഡുകൾ, അതായത് ലെങ്തി അല്ലാത്ത കീവേഡുകൾ, ഷോർട്ടൈൽ കീവേഡ്സുകൾ വെച്ചിട്ട് നമുക്ക് ഫ്രേസ് മാച്ച് കീവേഡുകൾ. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കീവേഡ്സിനൊക്കെ സെർച്ച് കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ആരും കാണാൻ പോകുന്നില്ല. ഓക്കെ, സോ എക്സാക്ട് മാച്ച് കീവേഡ് നമ്മൾ വേണ്ട 1-2 കീവേഡ് സെറ്റ് ചെയ്തതിനു ശേഷം കൂടുതലും ഫ്രേസ് മാച്ച് ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കൂടുതൽ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും.
ഇനി നമ്മൾ ഈ കീവേഡ് സെർച്ച് ചെയ്യുന്ന ആളുകളെ കാണിക്കേണ്ട, നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള കീവേഡ് സെർച്ച് ചെയ്യുന്ന ആളുകളെ കാണിക്കേണ്ട ആഡ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ലാൻഡിംഗ് പേജിന്റെ URL കൊടുക്കാം. ഈ ഡിസ്പ്ലേ പാത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താണോ വരേണ്ടത്, ഈ ഒരു സെക്ഷന്റെ അകത്ത് സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ട് എന്താണോ വരേണ്ടത് അത് നമുക്ക് ഡിസ്പ്ലേ പാത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആ സ്ലാഷ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു സെക്ഷൻ വരുന്നുണ്ടാവും. ഇനി ഇവിടെ സെറ്റപ്പ് ചെയ്യേണ്ട ഹെഡ്ലൈൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ടോട്ടൽ എത്ര 15 ഹെഡ്ലൈൻസും ആൻഡ് 4 ഡിസ്ക്രിപ്ഷൻസും ആഡ് ചെയ്യാൻ പറ്റും. 15 ഹെഡ്ലൈൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു CTR ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഈ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷന്റെ അകത്തും പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് കൊടുക്കണം. ആൻഡ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ കീവേഡ്സ് ഇവിടെ കൊടുത്തിട്ടുള്ള കീവേഡ്സ് നമുക്ക് ഇവിടെ ഐഡിയാസ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. സോ ഈ കീവേഡ്സ് എല്ലാം മാക്സിമം എന്ത് ചെയ്യുക, ഈ ഹെഡ്ലൈൻസിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഡ് സ്ട്രെങ്ത് എക്സലന്റ് ആവുന്നുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ക്യാച്ചി ആയിട്ടുള്ള ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ ശ്രദ്ധിക്കാം. എപ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല എന്താ പറയാ യുണീക്ക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ഹെഡ്ലൈൻസും ആളുകളെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യുന്നത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫാർ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ആളുകൾ CTR കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് CTR കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് നമ്മൾ ഈ സൈറ്റ് ലിങ്ക്സ്. നമുക്ക് അടിയിൽ നമ്മൾ അസറ്റുകളായിട്ട് തന്നെ വരുന്നതാണ് സൈറ്റ് ലിങ്ക്സ്. അടിയിൽ നമുക്ക് വേറെ ഏതെങ്കിലും പേജസിന്റെ ലിങ്കുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഡിഫറെന്റ് പേജിന്റെ ലിങ്ക് കൊടുക്കണമെങ്കിൽ സൈറ്റ് ലിങ്ക് യൂസ് ചെയ്യാം. അതുപോലെ ഒരുപാട് അസറ്റുകൾ നമ്മൾ പറയും ആഡ് എക്സ്റ്റൻഷൻസ് എന്ന് പറയും. ആഡിന്റെ കൂടെ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷന്റെ കൂടെ വരേണ്ട സെക്ഷൻ എന്ന് പറയുന്ന പേരാണ് ആഡ് എക്സ്റ്റൻഷൻസ്. സോ ഈ ആഡ് എക്സ്റ്റൻഷൻസിൽ നമുക്ക് ഒരുപാട് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാറുണ്ട്. പ്രൊമോഷൻസ്, പ്രൈസസ്, കോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. സോ ഇതൊക്കെ നമുക്ക് എപ്പോഴും നമ്മളെ ആഡിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ആഡിന്റെ CTR ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ എക്സ്ട്രാ പ്രൊമോഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിന്റെ അകത്ത് ഇങ്ങനെ ഓഫർ നടക്കുന്നുള്ളത് പുറത്ത് അല്ലെങ്കിൽ ആളുകൾ ആഡ് കാണുമ്പോൾ അറിയും, അത് ക്ലിക്ക് കൂട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ആൻഡ് കോൾസും അതുപോലെ നമ്മളെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ്, ലീഡ് ഫോംസ്, കോൾ ഔട്ട്സ് നമ്മളെ ബാക്കിയുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ കോൾ ഔട്ട്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അസെറ്റ്സുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇത്രയും നല്ല രീതിയിൽ അസെറ്റുകളും അതുപോലെ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ CTR നമ്മൾ ആഡിന്റെ ക്വാളിറ്റി ഒക്കെ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് 2 സെറ്റപ്പ് ഉണ്ട്. ഒന്ന് ക്യാമ്പയിൻ ബഡ്ജറ്റും ടോട്ടൽ ബഡ്ജറ്റും അതുപോലെ ആവറേജ് ഡെയിലി ബഡ്ജറ്റും. ആവറേജ് ഡെയിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവറേജ് എമൗണ്ട്. ഒരിക്കലും 100 കൊടുത്താൽ 100 ആഡ് റൺ ആവുന്നുണ്ടാവുക. എക്സാക്ട് എമൗണ്ട് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആവറേജ് ആണ്, കുറച്ച് കൂടുതലൊക്കെ സ്പെൻഡ് ആവുന്നുണ്ടാവും. അപ്പോൾ ആവറേജ് ഡെയിലി ബഡ്ജറ്റ് നമുക്ക് കൊടുക്കാം. ആൻഡ് ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റ് നമുക്ക് മെറ്റയിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ഗൂഗിൾ ആഡ്സിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റ് എന്നുള്ളത്. സോ ഈ ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബീറ്റ എന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് ഗൂഗിൾ ആഡ്സിൽ പുതുതായിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ്. സോ ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റിന്റെ അകത്ത് നമുക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഏതെങ്കിലും ഒരു പീരീഡിന്റെ അകത്തേക്ക് ഇപ്പൊ എനിക്ക് ഇന്ന് ഈ ഒരു മാസം മാത്രം ആഡ് റൺ ചെയ്താൽ മതി. അപ്പൊ ഈ മാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 10 ദിവസത്തേക്ക് ആഡ് റൺ ചെയ്താൽ മതി. ഈ 10 ദിവസത്തേക്ക് എന്റെ കയ്യിൽ ഒരു സ്പെൻഡ് എമൗണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് 10 ദിവസത്തേക്ക് 10,000 രൂപയ്ക്ക് ആഡ് റൺ ചെയ്യണം. അപ്പൊ ഈ 10,000 ഞാൻ എന്ത് ചെയ്യും? ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റിൽ ഇടും. ഇത്ര എമൗണ്ടിനാണ് എനിക്ക് ആഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലാണെന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ആ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് നമ്മൾ ആ സെറ്റിംഗ്സിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റിൽ ഒരു 10,000 ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ 10,000 ഈ പീരീഡിൽ സ്പെൻഡ് ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ആഡ് റൺ ആവുന്നുണ്ടാവുക. അതും എക്സാക്ട് അല്ല. ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ആൻഡ് നെക്സ്റ്റ് ഈ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് ബഡ്ജറ്റ് ആയിരിക്കും. ഇത് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുത്ത കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല, നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രിവ്യൂ പോലെ കാണിച്ചിരുന്നുണ്ടാവും. സപ്പോസ് നമുക്കിവിടെ പബ്ലിഷ് ബട്ടൺ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആഡിന്റെ അകത്തുള്ള അല്ലെങ്കിൽ കീവേഡ്സിന്റെ അകത്തുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ മിസ്സായി പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത് എന്നുള്ളത്. സോ ആഡിന്റെ അകത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആഡിൽ പോയിട്ട് നമ്മൾ ഹെഡ്ലൈനിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്മൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ എക്സ്ക്ലമേഷൻ മാർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവായി കൊടുക്കുകയാണെങ്കിൽ ഈ പബ്ലിഷ് ബട്ടൺ നമുക്ക് വരുന്നതാണ്. പിന്നെ ഈ കീവേഡ്സിന്റെ കേസിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല കൊടുത്തതെങ്കിൽ കീവേഡ്സിന്റെ കേസിലും അവിടെ എറർ വരും. അത് പ്രോപ്പർ ആക്കിയാൽ മതി. ഇനി എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സെറ്റിംഗ്സിൽ മാൻഡറ്ററി ആയിട്ടുള്ള എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പബ്ലിഷ് ബട്ടൺ അവിടെ വരുന്നതാണ്. നമുക്ക് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. വൺസ് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് അക്കൗണ്ടിൽ ഫണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലറ്റിൽ ആഡ് ചെയ്യാനുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് റണ്ണായി തുടങ്ങും. ക്യാമ്പയിന്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷന്റെ അകത്ത് ഈ
ആഡ് നമ്മൾ ആഡിന്റെ സ്കോറും കാര്യങ്ങളും അല്ലെങ്കിൽ ക്ലിക്സ്, ഇംപ്രഷൻ, കൺവേർഷൻ അതുപോലൊക്കെ എല്ലാം കാണിക്കുന്നുണ്ടാവും. സോ നിങ്ങൾ ഈ കാര്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇപ്പം 9-ാം തീയതി ഡാറ്റയാണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 2-ാം തീയതി ഡാറ്റ വെച്ച് കുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഇന്ന് എത്രയാണ് ആഡ് റൺ ചെയ്തെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ആഡ് റൺ ചെയ്ത സമയത്ത് നമുക്ക് ക്ലിക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കീവേഡ്സിന്റെ അല്ലെങ്കിൽ ഇംപ്രഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കീവേഡ്സിന്റെ പ്രശ്നമായിരിക്കും. ക്ലിക്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷന്റെ പ്രശ്നമായിരിക്കും. കൺവേർഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലാൻഡിംഗ് പേജിന്റെ പ്രശ്നമായിരിക്കും. ഈ 3 കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി കുറെ ക്ലിക്സ് ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, പക്ഷെങ്കിൽ കൺവേർഷൻ മാത്രമാണ് കിട്ടാത്തതെന്നെങ്കിൽ അത് ചിലപ്പോൾ ലാൻഡിംഗ് പേജിന്റെ പ്രശ്നം മാത്രമായിരിക്കാനുള്ള വഴിയില്ല. ക്ലിക്സും ഇംപ്രഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളെ ലാൻഡിംഗ് പേജിൽ എന്തോ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ടേംസിന്റെ അകത്ത് പോയിട്ട് ഏതൊക്കെ ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്സിന്റെ അകത്ത് സെർച്ച് ടേംസിന്റെ അകത്ത് പോയിട്ട് ഏതൊക്കെ കീവേഡിലാണ് നിങ്ങൾക്ക് സെർച്ച് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. വേണ്ടാത്ത കീവേഡിലാണ് നമുക്ക് ഇംപ്രഷനും ക്ലിക്കും വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലാൻഡിംഗ് പേജിന്റെ പ്രശ്നമായിരിക്കാൻ വഴിയില്ല. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കീവേഡ്സും കൊടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഓഡിയൻസ് ടാർഗറ്റിംഗ് കൊടുക്കാത്തതുകൊണ്ട് വേണ്ടാത്ത കീവേഡിൽ നമ്മൾ ആഡ് ആളുകൾ ക്ലിക്ക് ചെയ്ത് വന്നു. അവരെ ആഡ് ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസ് അല്ല, വേണ്ടാത്ത ആളുകളായിരിക്കും. സോ പ്രോപ്പർ കീവേഡ്സ് കൊടുക്കാത്തതിന്റെയോ അല്ലെങ്കിൽ ഓഡിയൻസ് ടാർഗറ്റിംഗിന്റെയോ പ്രശ്നമായിരിക്കും. സോ അത് പ്രോപ്പർ ആയി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺവേർഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കൺവേർഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ലാൻഡിംഗ് പേജിന് മാത്രം കുറ്റം പറയരുത്. എപ്പോഴും നമുക്ക് ക്ലിക്സും ഇംപ്രഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ക്ലിക്സും ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, അപ്പൊ അവിടെ ലാൻഡിംഗ് പേജിന്റെ പ്രശ്നമായിരിക്കില്ലേ എന്ന് ചിന്തിച്ച് പോകരുത്. അവിടെ നിങ്ങൾ സെർച്ച് ടേംസ് നോക്കണം. അവിടെ നിങ്ങൾക്ക് പ്രോപ്പർ സെർച്ച് ടേമിലാണോ നിങ്ങൾക്ക് ക്ലിക്ക് കിട്ടുന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇനി ആ ഒരു സൊല്യൂഷൻ അഥവാ നിങ്ങൾക്ക് വേണ്ടാത്ത സെർച്ച് ടേംസിലോ ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്, അവിടെ നമ്മൾ ക്യാമ്പയിൻ ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, നെഗറ്റീവ് കീവേഡ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണ്ടാത്ത ഏതെങ്കിലും കീവേഡിൽ ഇംപ്രഷനും ക്ലിക്സും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് കീവേഡ്സ് അവിടെ ആഡ് ചെയ്തിട്ട് ജന്മത്ത് ആ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് വരാത്ത രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഓപ്ഷൻ ഇൻസൈറ്റ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ വെൻ ആൻഡ് വേർ ആഡ്സ് ഓട് ആ സെക്ഷനകത്ത് നമുക്ക് എവിടെയൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഓപ്ഷൻ ഇൻസൈറ്റിൽ പോയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും കോമ്പറ്റീറ്റേഴ്സിന്റെ ആഡ്സ് എങ്ങനെയൊക്കെയാണ്. അതായത് കോമ്പറ്റീറ്റേഴ്സിന്റെ ആഡ്സ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ക്യാമ്പയിൻ ബെറ്റർ പെർഫോമിംഗ് ആണോ, അണ്ടർ പെർഫോമിംഗ് ആണോ, അല്ലെങ്കിൽ ആവറേജ് പെർഫോമിംഗ് ആണോ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് വൺസ് ആഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾക്ക് പുതിയ ആഡ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തിട്ടോ, നമുക്കൊരു 4 ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യണമെങ്കിൽ 4 ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യാം. ഇനി ഫ്രേസ് മാച്ചിന് വേണ്ടി മാത്രം ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എക്സാക്ട് മാച്ചിന് വേണ്ടി മാത്രം ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് ആഡുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് സർവീസ്, കൊമേഴ്ഷ്യൽ ഇന്റീരിയർ ഡിസൈനിങ്, റെസിഡൻഷ്യൽ ഇന്റീരിയർ, ഇതിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിന് സ്പെസിഫിക് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓഡിയൻസിന് മാത്രം നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആഡും കാര്യങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ കാണിക്കാൻ പറ്റും. സോ അവിടെ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടിയും സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസ് നമുക്ക് കൺവേർഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ അവരുടെ ടൂളും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ആഡ് ട്രാൻസ്പെറൻസി സെന്റർ എന്നുള്ളത് കോമ്പറ്റീറ്ററിന്റെ ആഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ആഡ് ട്രാൻസ്പെറൻസി സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആഡ് അക്കൗണ്ട് സ്ട്രക്ചർ ഒക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അക്കൗണ്ട് ലെവലോട്ട്, ക്യാമ്പയിൻ ലെവലോട്ട്, ആഡ് ഗ്രൂപ്പ് ലെവൽ ആൻഡ് ആഡ്സ് ലെവലിലേക്ക് ആ ഒരു സ്ട്രക്ചർ വരുന്നതും അതുപോലെ തന്നെ ഓരോ ലെവലിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തോന്നുന്നു. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പീഡിൽ പറഞ്ഞില്ലേ? താങ്ക് യു സർ. Okay. Yes. So yes. Okay. Thank you. So anyway, അപ്പം നിങ്ങൾക്ക് ആ ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഈ ക്യാമ്പയിന്റെ താഴെ നമ്മൾ കുറെ ആഡ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തേ, ആഡ് ഗ്രൂപ്പിനല്ലേ നമ്മൾ ഈ മീൻസ് ഡെയിലി പൈസ ആഡ് ചെയ്യണത് ആഡ് ഗ്രൂപ്പിനല്ലേ അതോ ക്യാമ്പയിൻ ആണോ? ക്യാമ്പയിൻ തന്നെ പോകുന്നുണ്ടാവാം. അപ്പൊ ഈ ആഡ് ഗ്രൂപ്പിന് എല്ലാം കൂടിയിട്ടും ആ ക്യാമ്പയിന്റെ ഡെയിലി ബഡ്ജറ്റ് ആയിരിക്കും വരിക? യെസ്, ക്യാമ്പയിൻ എല്ലാം കൂടി ആഡ് ഗ്രൂപ്പ് ഡെയിലി ബഡ്ജറ്റ് ആയിരിക്കും പോകുന്നുണ്ടാവും. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം? നമ്മളെ സെർച്ച് ആഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സെർച്ച് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എന്തായാലും കൺവേർഷൻ ഒക്കെ ട്രാക്ക് ചെയ്യും, അതിലൊന്നും ടെൻഷൻ വേണ്ട. കൺവേർഷൻ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ഞാൻ വീട് എടുക്കാത്തത് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി സെറ്റപ്പ് ചെയ്ത് പോവാന്നുള്ള രീതിയിലാണ്
അപ്പൊ നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സ് റൺ ചെയ്യുന്നുണ്ടാവും. സെർച്ച് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തതുപോലെ നമുക്ക് ഇനി ഡിസ്പ്ലേ ക്യാമ്പയിനും പെർഫോമൻസ് മാക്സും അതുപോലെ തന്നെ വീഡിയോ ആഡ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ സർ യെസ്, നമ്മളുടെ ക്വാളിറ്റി സ്കോർ കണ്ടുപിടിക്കാൻ വഴിയുണ്ടോ? നമ്മളെ ക്യാമ്പയിന് ക്വാളിറ്റി സ്കോർ കണ്ടുപിടിക്കാം വഴിയുണ്ട്. ക്വാളിറ്റി സ്കോർ നോക്കേണ്ട ഞാൻ കാണിച്ചിരുന്നു. എന്തായാലും ക്വാളിറ്റി സ്കോറിലേക്ക് വരാം. ഞാൻ നാളെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ ക്വാളിറ്റി സ്കോർ കാണിച്ചിരുന്നുണ്ട് എന്തായാലും. ഓക്കെ 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 ഓക്കെ. ഇപ്പം ഞാൻ ലാസ്റ്റത്തെ ആ ഒരു മറ്റേ മാരത്തോണിലായിരുന്നു നമ്മളിപ്പോ പറഞ്ഞത്, സ്പീഡ് മാരത്തോൺ, അതിൽ ചെറുതായിട്ട് കളിച്ചു പോയി. കുഴപ്പമില്ല. സോ യെസ്, എന്തായാലും എല്ലാ ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്യാം. എന്തായാലും എന്തെങ്കിലും വേറെ ഡൗട്ട്സും കാര്യങ്ങളും ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കുറെ ആൾക്കാരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലേണേഴ്സിനെ കാണാണ്ടായിട്ടുണ്ട്. 1-2 ലേണേഴ്സിനാണ് കാണാത്തത്. ഇവരെനിക്ക് തോന്നുന്നു റെക്കോർഡ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ ട്രാക്ക് ചെയ്യാൻ ഞാൻ എന്തായാലും നിങ്ങളെ മെന്ററിനോട് പറയാം. നിങ്ങൾക്ക് അസൈൻമെന്റ് ട്രാക്കർ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ മെയിൽ ത്രൂ? മെന്ററോ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, ഞാനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരോട്. അസൈൻമെന്റ് ട്രാക്കർ തന്നാലേ നിങ്ങൾ ശരിയാവുള്ളൂ. ഓക്കെ, സോ എനിവേ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യണേ, മറന്നു പോരുത്. ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. Thank you, sir. Good night. Thank you, sir. Thank you. സർ. Yes.